നമസ്കാരം. അപ്പോൾ പന്തീരാങ്കാവ് പീഡനം വലിയൊരു ചാപ്റ്റർ തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ. കാരണം കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ഈ ഒരു കേസിനെ ആസ്പദമാക്കിയിട്ട് ആദ്യം ഒരു മൊഴി പറഞ്ഞായിരുന്നു. ഈ പറയുന്ന സ്ത്രീജനത്തിൻ്റെ അച്ഛൻ, അമ്മ, അതോടൊപ്പം തന്നെ ഈ ഒരു സ്ത്രീജനം കൂടി ചേർന്ന് ഒരു മൊഴി പറഞ്ഞായിരുന്നു. പിന്നീട് അത് കുറച്ച് നാളുകൾക്ക് ശേഷം ആ മൊഴി വീണ്ടും മാറ്റി പറഞ്ഞു. അതിനുശേഷം വീണ്ടും ഇങ്ങനെ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും ശരിക്കും പറഞ്ഞ മാധ്യമങ്ങളുടെയും അതോടൊപ്പം തന്നെ മലയാളികളുടെയും, ലോകം മലയാളികൾക്കടക്കം തല ഉയർത്തിപ്പിടിച്ച് നടക്കാൻ പറ്റാത്ത ഒരു സ്ഥിതിവിശേഷമാണ് ഈ ഒരു കേസ് കൊണ്ടുവന്നിരിക്കുന്നത്. ആദ്യം വിവാഹം ചെയ്തിരിക്കുന്ന പുരുഷനെ കുറിച്ചുള്ള ദൂഷ്യഫലങ്ങളും കുറ്റങ്ങളുമാണ് പറഞ്ഞിരുന്നത് ആദ്യത്തെ മൊഴിയിൽ. പിന്നീട് അത് മാറ്റി പറഞ്ഞിരിക്കുകയാണ് ആ ഒരു സ്ത്രീജനം. സ്വന്തം പിതാവിനെയും മാതാവിനെയും അതോടൊപ്പം തന്നെ ബന്ധുമിത്രാദികളെയും ചേർത്തിട്ട് മൊഴി മാറ്റി പറഞ്ഞിരിക്കുകയാണ്. ശരിക്കും ഈ ഒരു കേസ് കേട്ടിരിക്കുന്ന അല്ലെങ്കിൽ കണ്ടിരിക്കുന്ന മാധ്യമങ്ങളും നാട്ടുകാരും ശരിക്കും ഒരു വള്ളി പിടിച്ച പോലെയായി. തീർച്ചയായിട്ടും വളരെ വ്യത്യസ്തതകൾ നിറഞ്ഞൊരു കേസായിട്ടാണ് ഇതിപ്പോൾ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി അടുത്ത ദിവസങ്ങളിൽ മൊഴി മാറ്റി പറയുമോ എന്നുള്ളൊരു ക്വസ്റ്റ്യനാണ് പലരുടെയും മനസ്സിൽ ജനിച്ചിരിക്കുന്നത്. മാതാപിതാക്കൾ സ്റ്റേഷനിൽ പറഞ്ഞിരിക്കുന്നത് മിസ്സിംഗ് ആണ്, ആ ഒരു സ്ത്രീജനം മിസ്സിംഗ് ആണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നിരുന്നാലും ആ ഒരു സ്ത്രീജനം ദിവസവും വീഡിയോസ് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ പറയുന്നത് മാതാപിതാക്കളും ബന്ധുക്കളുമാണ് അദ്ദേഹത്തിന് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കിയതെന്നും ഭരതഗ്രഹത്തിൽ നിന്നും യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടില്ല എന്നും ആ ഒരു സ്ത്രീജനം പറയുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ മൊഴി മൊത്തത്തിൽ മാറ്റി പറഞ്ഞിരിക്കുകയാണ്. സ്വന്തം മാതാപിതാക്കളാണ് കുറ്റക്കാരെന്നാണ് ഇതിൽ അദ്ദേഹം ഓരോ വീഡിയോസിലും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സ്ത്രീജനങ്ങൾക്കെതിരെയുള്ള കുറ്റകൃത്യങ്ങൾ നടക്കുമ്പോൾ കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് സ്ത്രീജനങ്ങളെയാണ്. പക്ഷേ ഈ ഒരു കേസിൻ്റെ വ്യത്യസ്തതകൾ നിറഞ്ഞ ഒരു സഞ്ചാരം വളരെ മോശാവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതുപോലെ വേറൊരു സ്ത്രീജനം വന്ന് ഇനി ഇതുപോലുള്ള കേസ് പറഞ്ഞാൽ അത് സത്യമാണോ എന്നൊരു ക്വസ്റ്റ്യനായി മാറാൻ ചാൻസ് ഉണ്ട്. കാരണം ആ ഒരു ഗതിയിലാണ് ഈ ഒരു കേസ് മുന്നോട്ട് പോകുന്നത്. ആ ഒരു സ്ത്രീജനം ഇന്നൊരു പുതിയൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കണേ. ഇതിൽ ആര് പറയുന്നതാണ് സത്യം എന്നുള്ളത് എങ്ങനെ തിരിച്ചറിയും എന്നുള്ളതാണ്. ഓരോ ദിവസവും മൊഴി മാറ്റി പറയുന്നത് ഒട്ടും വിശ്വസനീയമല്ല. തീർച്ചയായിട്ടും നമുക്കൊന്ന് ആ വീഡിയോ ഒന്ന് കണ്ടുപോകാം. ഹായ്, എൻ്റെ പേര് നീമ ഹരിദാസ്. ഇങ്ങനൊരു വീഡിയോയുമായിട്ട് ഒരിക്കൽ കൂടി നിങ്ങളുടെ മുന്നിലേക്ക് വരണമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നതല്ല. പക്ഷേ ഈ കഴിഞ്ഞ 2 ദിവസമായിട്ട് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ റിലീസ് ചെയ്ത 2 വീഡിയോസ്, അപ്പം അതിലൊരു ക്ലാരിറ്റി കൊണ്ടുവരാനായിട്ട് എനിക്ക് സാധിച്ചിട്ടില്ല എന്നെനിക്ക് തോന്നി. പല കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലാണ് ഞാൻ അങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. അപ്പം ഈ ഒരു വീഡിയോയിൽ കൂടെ പല കാര്യങ്ങളും എനിക്ക് തുറന്ന് പറയാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അതായത് ഇപ്പോൾ എനിക്ക് നേരെ ഉന്നയിക്കുന്നത് ഞാൻ മിസ്സിങ് ആണ്, അല്ലെങ്കിൽ എന്നെ ആര് തട്ടിക്കൊണ്ടുപോയി, ഭീഷണിപ്പെടുത്തി ഞാൻ പറയുന്നതാണ് ഈ കാര്യങ്ങളെല്ലാം, എന്നെ വിശ്വസിക്കരുത്, ഞാൻ നുണയാണ് എല്ലാം പറയുന്നത് എന്നുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ഫാമിലിയുടെ സൈഡിൽ നിന്നും വരുന്നത്. സത്യം പറയാതെ ഞാൻ വീണ്ടും പറയുവാണ്, എന്നെ ആരും തട്ടിക്കൊണ്ടു പോവുകയോ ഭീഷണിപ്പെടുത്തുകയോ ഒന്നും ചെയ്തിട്ടില്ല. എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് ഞാൻ മാറി നിന്നത്. കാരണം വീട്ടിലത്തെ ഒരു സിറ്റുവേഷനിൽ അവിടെ നിന്നുകൊണ്ട് സത്യം തുറന്നു പറഞ്ഞിട്ടുള്ളൊരു വീഡിയോ ഒരിക്കൽ പോലും എനിക്ക് റിലീസ് ചെയ്യാൻ പറ്റില്ല. കാരണം അത്രയും ത്രെഡ്സും അത്രയും സമ്മർദ്ദമുള്ള ഒരു അറ്റ്മോസ്ഫിയറിൽ നിന്നുകൊണ്ട് ഒരിക്കൽ പോലും അങ്ങനെ ചെയ്യാനായിട്ട് പറ്റത്തില്ല. കാരണം അത്രയും പ്രഷറാണ് ഞാൻ ആ ഒരു സ്റ്റേജിൻ്റെ ഇനീഷ്യൽ സ്റ്റേജ് മുതലേ ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അത്രയും പ്രഷറാണ്. അപ്പോൾ പലപ്പോൾ പോലും സത്യം എന്താണെന്ന് തുറന്നു പറയാൻ ഞാൻ ആഗ്രഹിച്ചിട്ടേ ഉള്ളൂ. പക്ഷെ ആ ഒരു സിറ്റുവേഷൻസിലൊന്നും ഞാൻ പറഞ്ഞു, ഞാൻ കഴിഞ്ഞ 2 വീഡിയോസിലൂടെ പറഞ്ഞു എനിക്ക് എന്തുകൊണ്ടാണ് അന്ന് അങ്ങനെ ചെയ്യേണ്ടി വന്നതെന്നുള്ളത്. അപ്പോൾ ഇനിയെങ്കിലും എനിക്ക് സത്യം എന്താണെന്ന് പറയണം. അപ്പോൾ ആ ഒരു പ്രഷറും ത്രെഡ്സും ഇല്ലാണ്ട് അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒറ്റയ്ക്ക് മാറി നിന്ന് ഇങ്ങനൊരു വീഡിയോ ചെയ്തത്. ഓൾറെഡി യൂട്യൂബിൽ വന്നിട്ട് ഇങ്ങനൊരു വീഡിയോ റിലീസ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഓൾറെഡി ഞാൻ എൻ്റെ അമ്മയെ ഇൻഫോം ചെയ്തായിരുന്നു. അതായത് ഞാൻ സേഫാണമ്മ, എനിക്ക് വേറെ കുഴപ്പമൊന്നുമില്ല, എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുകൾ കൊണ്ടിട്ടാണ്, എനിക്ക് അവിടെ നിൽക്കാൻ പറ്റുന്നില്ല, അത്രയും പ്രഷർ എനിക്ക് നിങ്ങളായിട്ട് തന്നു.
സോ അപ്പോൾ അത് എനിക്ക് താങ്ങാൻ പറ്റുന്നതിലപ്പുറമാണ്. അപ്പം അതുകൊണ്ടാണ് ഞാനിങ്ങനെ മാറി നിൽക്കുന്നത്. എന്നും ഞാൻ ഒരു വാട്സപ്പിലൂടെ ത്രൂ വാട്സപ്പ് ഒരു ഓഡിയോ മെസ്സേജ് ഞാൻ അമ്മയ്ക്ക് അയച്ചായിരുന്നു. അപ്പോൾ അതിന് ശേഷമാണ് ഞാൻ യൂട്യൂബിൽ വന്നിട്ട് ഇങ്ങനെ ഒരു വീഡിയോസ് റിലീസ് ചെയ്യുന്നത്. അപ്പോൾ അന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങി പിറ്റേ ദിവസം തന്നെ ഞാൻ ട്രിവാൻഡ്രത്തേക്ക് പോവുകയാണ് ഉണ്ടായത്. അവിടെ വെച്ച് ആ ദിവസം തന്നെ അഫിഡേവിറ്റ് ഞാൻ സൈൻ ചെയ്തു. തുടർന്നുള്ള ദിവസങ്ങളിലാണ് വന്നിട്ട് ഇങ്ങനെ ഒരു വീഡിയോ എനിക്ക് റിലീസ് ചെയ്യണമെന്ന് തോന്നിയത്. ഓക്കെ, എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സ്റ്റേജിൽ പോലും, അതായത് ആരും കൂടിയില്ല എന്ന് അറിയാം, അതായത് ഫാമിലിയുടെ സൈഡിൽ നിന്നൊരു സപ്പോർട്ട് കിട്ടില്ല എന്ന് എനിക്ക് അറിയാം. എന്നിട്ട് പോലും ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഞാൻ പറയുന്നതാണ്. അതായത് എനിക്കറിയാം, എനിക്ക് ഉറപ്പുണ്ട് ഞാൻ പറയുന്ന കാര്യങ്ങളാണ് 100% അത് സത്യമാണെന്ന് എനിക്ക് 100% ഷുവറാണ്. അതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ പന്തീരാങ്കാവ് പോലീസ് സ്റ്റേഷനിലെ CCTV ഫൂട്ടേജോ അല്ലെങ്കിൽ എനിക്ക് ആദ്യം ട്രീറ്റ്മെൻറ്റ് കിട്ടിയ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലെ ഡിസ്ചാർജ് സമ്മറിയുടെ പ്രൂഫോ പരിശോധിച്ചാൽ അറിയാൻ പറ്റും. അത് എത്രമാത്രം എന്താ പറയുക, എത്രമാത്രം അതായത് കാര്യങ്ങൾ എത്രമാത്രം എവിഡൻ്റ് ആണെന്നുള്ളത് ആ ഒരു പ്രൂഫ് നമുക്ക് പരിശോധിച്ചാൽ അറിയാൻ പറ്റും. ഓക്കെ, പിന്നെ ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇപ്പോൾ നടക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറയുന്നത് എന്നെ ആരും വിശ്വസിക്കാൻ പാടില്ലെന്നും ഞാൻ പറയുന്നതെല്ലാം നുണയാണെന്നും എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് ഞാൻ രാഹുലേട്ടന് എഗെയിൻസ്റ്റ് ആയിട്ടന്ന് പറഞ്ഞത്, ആരുടെ സമ്മർദ്ദപ്രകാരമല്ല എന്നുള്ള കാര്യങ്ങളാണ് ഇപ്പം എൻ്റെ പാരൻസ് മുന്നോട്ട് വയ്ക്കുന്നത്. സത്യം പറയാം, ഒരുപാട് വിഷമമുണ്ട് എനിക്ക് എന്താ പറയേണ്ടതെന്ന് പോലും അറിയില്ല. കാരണം എന്നെ ആരും വിശ്വസിക്കാൻ കൂട്ടാക്കുന്നില്ല. രാഹുലേട്ടനായിട്ട് എനിക്ക് ഏകദേശം ഒരു വർഷത്തെ പരിചയം ഉണ്ടായിരുന്നു. അപ്പോൾ എന്താ പറയുക, മാട്രിമോണി വഴിയാണ് ഞാൻ ആളെ പരിചയപ്പെട്ടത്. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ ഒരു 4-5 മാസം സംസാരിച്ചിട്ടുള്ളൂ. അങ്ങനെ സംസാരിച്ചു. വീട്ടിൽ പിന്നെ അതിനെ തുടർന്ന് പെണ്ണ് കാണാനായിട്ട് വന്നു. അപ്പം അന്ന് ഫ്രണ്ട്സും രാഹുലേട്ടൻ്റെ അമ്മയാണ് കൂടെ ഉണ്ടായിരുന്നത്. അപ്പം അന്ന് അമ്മയ്ക്ക് എന്തോ ചെറിയൊരു താല്പര്യക്കുറവ് വന്നതിൻ്റെ പേരിൽ അന്ന് പുല്ല് പിടിച്ചെടുക്കുകയാണ്, അങ്ങനെ ചുറ്റുപാടെന്തോ ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളൊരു പേരും പറഞ്ഞിട്ട് അത് മുടങ്ങി പോവുകയാണ് ഉണ്ടായത്. ഓക്കെ, അപ്പം അന്ന് അച്ഛന് മാത്രമല്ല, അച്ഛനായാലും അമ്മയ്ക്കായാലും എനിക്കായാലും ഒരു ചെറിയൊരു വിഷമം ഉണ്ടാക്കി എന്നുള്ളത് ശരിയാണ്. കാരണം എനിക്കത് ഇഷ്ടമായിരുന്നു രാഹുലേട്ടനെ ഒരുപാട്. അപ്പോൾ ഇത് പ്രൊസീഡ് ചെയ്യാൻ പറ്റുമെന്നുള്ളത് തന്നെയായിരുന്നു നമ്മളന്ന് വിശ്വസിച്ചിരുന്നത്. പക്ഷെ പല കാരണങ്ങളാൽ അത് മുന്നോട്ട് പോയില്ല. ഓക്കെ, അത് കഴിഞ്ഞിട്ട് പിന്നെ രാഹുലേട്ടന് വേറൊരു കുട്ടിയായിട്ട് എൻഗേജ്മെന്റ് ഉറപ്പിക്കുകയും മാരേജ് രജിസ്ട്രേഷൻ ചെയ്ത കാര്യങ്ങളെല്ലാം ഞാൻ അറിയുകയും ചെയ്തു. അത് ത്രൂ ഒരു ഫ്രണ്ട് വഴിയാണ് ഞാൻ അറിഞ്ഞത്, രാഹുലേട്ടൻ്റെ ഒരു ഫ്രണ്ട് വഴിയാണ് ഞാൻ അറിഞ്ഞത്. രാഹുലേട്ടനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ആ ഫ്രണ്ടിനോട് ചോദിച്ച് അന്വേഷിക്കാറുണ്ടായിരുന്നു. ഈവൻ ഈ സെയിം ഫ്രണ്ട് വഴി തന്നെയാണ്, അതായത് രാഹുലേട്ടൻ്റെ ആ എൻഗേജ്മെന്റ് ഉറപ്പിച്ചത് ആ ഒരു കുട്ടിയായിട്ട്, മാരേജ് രജിസ്റ്റർ ചെയ്ത ഒരു കുട്ടിയായിട്ടുള്ള ആ ഒരു ബന്ധം പ്രൊസീഡ് ആയില്ല എന്നും പല കാര്യങ്ങളും അത് മുടങ്ങിപ്പോയെന്നും പിന്നെ അതിനുശേഷം രാഹുലേട്ടൻ മെന്റലി ഒരുപാട് ഡൗൺ ആയെന്നുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ഈ ഫ്രണ്ട് വഴിയാണ് അറിയുന്നത്. അപ്പം അത് കഴിഞ്ഞിട്ട് ഈ ഒരു പ്രശ്നം നിൽക്കവേ രാഹുലേട്ടനും ഞാനും തമ്മിൽ ടെലിഗ്രാമിലാണ് പിന്നെ ഒരു ചാറ്റ് തുടങ്ങുന്നത്. അതായത് ഞങ്ങൾ വീണ്ടും ഈ ഒരു ചാപ്റ്റർ റീഓപ്പൺ ചെയ്യുന്നത് ടെലിഗ്രാമിലൂടെയായിരുന്നു. കാരണം അന്നത്തെ ആ ഒരു ഇനീഷ്യൽ സ്റ്റേജിൽ തന്നെ പുള്ളി വാട്സപ്പിലും എല്ലാം, അതായത് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ബ്ലോക്ക് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു. അപ്പം അതിലൊന്നും എനിക്ക് കോണ്ടാക്ട് ചെയ്യാനുള്ള ഒരു മാർഗ്ഗം അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ടെലിഗ്രാമിലൂടെയാണ് വീണ്ടും നമ്മൾ സംസാരിച്ച് തുടങ്ങുന്നത്. അപ്പോൾ ആൾ ആ ഒരു സമയത്തൊക്കെ ഭയങ്കര മെന്റലി ഡൗൺ ആയിരുന്നു, ഹോസ്പിറ്റലിലൊക്കെ ആയിരുന്നു. ഇങ്ങനൊരു ഇഷ്യൂ വന്നപ്പോൾ ആ ഒരു ഫസ്റ്റ് മാരേജ് പോയതിൻ്റെ പേരിൽ മെന്റലി ഒരുപാട് ഡൗൺ ആയിരുന്നു. അപ്പോൾ ആ ഒരു സ്റ്റേജിലേക്കാണ് ഞാൻ കടന്നു ചെല്ലുന്നത്. അപ്പോൾ അന്ന് നമ്മൾ തമ്മിൽ സംസാരിക്കുകയും ഫോണിൽ സംസാരിക്കുകയും അങ്ങനെ ഇഷ്ടം തുറന്ന് പറയുകയും പിന്നെ അത് കല്യാണത്തിലേക്ക് പ്രൊസീഡ് ചെയ്യുകയായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് എന്നോട് രാഹുലേട്ടൻ പറഞ്ഞായിരുന്നു, ഞാൻ ഓൾറെഡി ഒരു മാരേജ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, അപ്പോൾ അതിൻ്റെ ഡിവോഴ്സും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണെന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നു. അപ്പോൾ നമുക്ക് ഡിവോഴ്സ് കിട്ടും എന്നുള്ള ഹോപ്പിലാണ് നമ്മൾ അത് പ്രൊസീഡ് ചെയ്യുന്നത്. ഓക്കെ ഫൈൻ, കുഴപ്പമൊന്നുമില്ല, എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്നുള്ളത് ഞാൻ പുള്ളിയെ അറിയിച്ചു. ഓക്കെ,
പിന്നെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് വീട്ടുകാരെ അറിയിക്കുക എന്നുള്ളതായിരുന്നു. അപ്പോൾ വീട്ടുകാർ, അതായത് എൻ്റെ വീട്ടുകാരായിട്ട് സംസാരിച്ചപ്പോൾ അച്ഛൻ ആദ്യം ഈ വിവാഹത്തിന് എതിർക്കുകയാണ് ഉണ്ടായത്. കാരണം ഇത് ആദ്യം വന്ന ഒരു കേസായിരുന്നല്ലോ. അപ്പം അച്ഛൻ അന്ന് ഇത് താല്പര്യമില്ല എന്നും പറഞ്ഞ് പോയ ഒരു കേസ് വീണ്ടും തിരിച്ചു വന്നപ്പോൾ അച്ഛനത് പ്രൊസീഡ് ചെയ്യാനായിട്ടൊട്ടും താല്പര്യം ഉണ്ടായില്ല. അന്നൊരു വിഷമമുണ്ടായിരുന്നു. പക്ഷെ പിന്നീട് അത് തിരിച്ചു വന്നപ്പോൾ ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാനും അമ്മയും ഈ പറയുന്ന രാഹുലേട്ടനും കൂടെയൊക്കെ സംസാരിച്ചിട്ടാണ് പിന്നെ ഈ കല്യാണം മെയ് 5-ാം തീയതിക്ക് നമ്മൾ ഗുരുവായൂർ വെച്ചിട്ട് ഫിക്സ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ സത്യം പറഞ്ഞ ഈ കല്യാണം നടക്കുന്ന സമയത്താണെങ്കിൽ പോലും രാഹുലേട്ടൻ മെന്റലി ഒരുപാട് ഡൗൺ ആയിരുന്നു. അതായത് ആ പഴയ ആ ഒരു റിലേഷൻഷിപ്പിലെ കാര്യങ്ങൾ പുള്ളിനെ ഹോണ്ട് ചെയ്യുന്നുണ്ടെന്ന് എന്നോട് പലപ്പോഴും പറയുമായിരുന്നു. അപ്പോൾ എടാ ഞാൻ മെന്റലി ഒന്ന് ഓക്കെ ആയിട്ട് കല്യാണം കഴിക്കാം, നമുക്കൊന്ന് തൽക്കാലത്തേക്ക് ഇത് പോസ്റ്റ്പോൺ ചെയ്ത് വെക്കാം എന്നൊക്കെ എന്നോട് പറഞ്ഞു. പക്ഷെ ഞാനാണ് പുള്ളിയോട് പറഞ്ഞത്, വേണ്ട, കുഴപ്പമൊന്നുമില്ല, ഞാൻ കൂടെ ഉണ്ടാവും, എന്നാൽ തരാവുന്ന രീതിയിലുള്ള എല്ലാ മെന്റൽ സപ്പോർട്ടും ഞാൻ തരുന്നതായിരിക്കും, കുഴപ്പമൊന്നുമില്ല, നമുക്ക് കല്യാണം 5-ാം തീയതി നടത്താം എന്നുള്ള രീതിയിൽ എല്ലാ സപ്പോർട്ടും ഞാൻ പുള്ളിക്ക് കൊടുക്കുമായിരുന്നു. അങ്ങനെയാണ് നമ്മൾ മാരേജ് ഫിക്സ് ചെയ്തത്. അപ്പം അതിന് മുന്നേ തന്നെ എന്താണ് നമ്മൾ പറഞ്ഞായിരുന്നു. അപ്പോൾ അച്ഛൻ ഫിനാൻഷ്യലി കുറച്ച് ഡൗൺ ആയിട്ട് നിൽക്കുന്നൊരു സ്റ്റേജ് ആയിരുന്നു. അപ്പോൾ ആ 5-ാം തീയതി കല്യാണം നടത്തുന്നതിനോട് അച്ഛന് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് ഞാൻ ഓപ്പണായിട്ട് രാഹുലേട്ടനോട് പറയുകയാണ് ചെയ്തത്, ഇങ്ങനെ ഫിനാൻഷ്യലി കുറച്ച് ഡൗൺ ആണ്, അപ്പോൾ നമ്മുടെ സൈഡിൽ നിന്ന് ഒരു 2.5 ലക്ഷം രൂപയെ കല്യാണത്തിന് വേണ്ടിയിട്ട് തരാൻ നമുക്ക് സാധിക്കുള്ളൂ എന്നുള്ളത് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. അപ്പോൾ പുള്ളി തന്നെയാണ് കല്യാണത്തിൻ്റെ മിക്ക ചിലവുകളും, അതായത് ഞാനിട്ട ഡ്രസ്സ്, കല്യാണത്തിൻ്റെ ആയാലും റിസപ്ഷൻ്റെ ആയാലും ഹൽദിയുടെ ആയാലും, അത്യാവശ്യം വളരെ നല്ല ഗ്രാൻഡായിട്ട് നടന്നൊരു വിവാഹമായിരുന്നു അത്. അപ്പോൾ അതിലുള്ള എല്ലാ ചിലവുകളും, ഡ്രസ്സ് അടക്കമുള്ള ഞാനിട്ട എല്ലാ ഡ്രസ്സുകളുടെ ചിലവുകളും, ചപ്പൽസ്, ഇതിൻ്റെ എല്ലാം മേക്കപ്പ്, ഫോട്ടോഗ്രാഫി, ഇതെല്ലാം സത്യം പറഞ്ഞ രാഹുലേട്ടൻ്റെ സൈഡിൽ നിന്നാണ് ഉണ്ടായത്. അതായത് നമ്മളുടെ ആ ഒരു സ്റ്റേജ് മനസ്സിലാക്കിയിട്ട്, അതായത് അച്ഛൻ്റെ അന്നേരത്തെ ആ സമയത്തുള്ള ഫിനാൻഷ്യൽ ബുദ്ധിമുട്ട് മനസ്സിലാക്കിയിട്ട് രാഹുലേട്ടൻ തന്നെയാണ് നമ്മളെ സപ്പോർട്ട് ചെയ്തത്. മാത്രമല്ല രാഹുലേട്ടൻ്റെ ആ ഒരു സ്റ്റാറ്റസും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് അമ്മ എന്നോടൊന്ന് പറഞ്ഞായിരുന്നു, കുറഞ്ഞതൊരു 50 എങ്കിലും നമ്മൾ കൊടുക്കണം, 50 പവനെങ്കിലും രാഹുലിന് കൊടുക്കണം എന്നുള്ളത്. അപ്പോൾ അത് ഒരു ദിവസം പക്ഷെ രാഹുലേട്ടന് അങ്ങനെ ഡൗറിയെക്കുറിച്ച് അങ്ങനെയുള്ള ഒരു ഡിസ്കഷൻ നമുക്കിടയിൽ ഒരു രീതിയിലും ഉണ്ടായിട്ടില്ല. ഇന്ന വേണമെന്നോ അങ്ങനെ ഒന്നും ഒരു രീതിയിലും നമ്മളോട് അങ്ങനെ ഡൗറി ചോദിച്ചിട്ടേ ഇല്ല. പിന്നെ രാഹുലേട്ടന് ഇങ്ങനൊരു സ്റ്റാറ്റസ് ഉണ്ട്, സോ നമുക്ക് നമ്മുടെ സൈഡിൽ നിന്ന് കൊടുക്കണം, മോശമല്ലേ എന്നൊക്കെയുള്ള ഒരു തോട്ടായിരുന്നു അമ്മയുടെ സൈഡിൽ നിന്നും ഉണ്ടായത്. അപ്പം അതേ ചൊല്ലി അച്ഛൻ രാഹുലേട്ടനെ വിളിക്കുകയും ഇത്രയാണ് നമുക്ക് തരാൻ പറ്റുന്നതെന്ന് പറയുകയും ചെയ്തു. പക്ഷെ ആ ഒരു സ്റ്റേജിൽ രാഹുലേട്ടൻ പറഞ്ഞത്, അച്ഛ അങ്ങനെയൊന്നുമില്ല, ഇങ്ങനെ ക്യാഷ് ഇല്ലാത്തൊരു സ്റ്റേജിൽ വന്നിട്ട്, ഇത്രയും ഫിനാൻഷ്യലി ടൈറ്റായിട്ട് നിൽക്കുന്ന സ്റ്റേജിൽ വന്നിട്ട് ഇങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്ക് അങ്ങനെയുള്ള ഒരു എക്സ്പെക്റ്റേഷനും ഇല്ല, ആക്ച്വലി നമ്മൾ രണ്ടുപേരും അറിഞ്ഞ് സ്നേഹത്തോടെ കല്യാണം കഴിക്കാം എന്നുള്ളത് മാത്രമായിരുന്നു അവിടെ. വേറെ ഡൗറിയോ വേറെയുള്ള എക്സ്പെക്റ്റേഷൻസ് രാഹുലേട്ടനും ഉണ്ടായിരുന്നില്ല. ഓക്കെ. അപ്പോൾ ഇതാണ്. പിന്നെ അതിനുശേഷം അപ്പോൾ അങ്ങനെ കല്യാണം പ്രൊസീഡ് ചെയ്യുകയും ചെയ്തത്. വേറൊരു കാര്യം, സത്യത്തിൽ ഈ ഒരു കല്യാണത്തിന്, അതായത് ഇപ്പം എൻ്റെ റിലേറ്റീവ്സിനെ കുറിച്ച് പറയുവാണെങ്കിൽ അവർക്ക് ഒരു താല്പര്യക്കുറവുണ്ടായിരുന്നു എന്നുള്ളതാണ്. അതായത് എസ്പെഷ്യലി പറയുവാണെങ്കിൽ എൻ്റെ ഇളയച്ചനെ കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. ഇളയച്ചൻ എന്ന് പറയുന്ന പുള്ളിയുടെ പേര് വന്നിട്ട് ചന്ദ്രാനന്ദൻ എന്നുള്ളതാണ്. അപ്പോൾ പുള്ളിയെക്കുറിച്ച് എന്നോട് പറയാൻ കാരണം, പുള്ളിക്ക് ഇതിൽ ഒരു നല്ലൊരു പങ്കുണ്ട്. അതായത് അച്ഛനെ പല രീതിയിലും ഇൻഫ്ലുവൻസ് ചെയ്യിപ്പിക്കാനായിട്ട് പുള്ളിയുടെ സൈഡിൽ നിന്നും അതിൻ്റേതായിട്ടുള്ള ശ്രമങ്ങൾ നടന്നിട്ടുണ്ട്, അത് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് എന്നതുകൊണ്ടാണ് ഞാൻ പുള്ളിയെക്കുറിച്ച് ഇവിടെ പറയാൻ കാരണം ചെറുപ്പം മുതലേ തന്നെ ഇപ്പം എൻ്റെ ഒരു വളർച്ചയിൽ, അല്ലെങ്കിൽ എൻ്റെ ഫാമിലിയുടെ ഒരു വളർച്ചയിൽ ഭയങ്കരമായിട്ട് അസൂയ പ്രകടിപ്പിച്ചിട്ടുള്ള ഒരാളാണ്. എൻ്റെ എഡ്യൂക്കേഷൻ, ലൈക്ക് ഒരു കരിയർ ഡിസിഷൻ എടുക്കുന്നതിൽ പോലും ഒരു തടസ്സം നിന്നിട്ട് അച്ഛനെ പല രീതിയിലും ബ്രെയിൻ വാഷ് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുള്ള ഒരാളാണ്. അപ്പം എന്നെ പുള്ളിയുടെ മക്കളായിട്ട് പല രീതിയിലും കമ്പയർ ചെയ്യാനായിട്ട് പുള്ളി ശ്രമിച്ചിട്ടുണ്ട്. മാത്രമല്ല അച്ഛനായിട്ട്
എന്താണ് പല സമയത്ത് മദ്യപിച്ചിട്ട് അച്ഛനെ, അതായത് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞിട്ട് എന്താണ് പിരിയേറ്റാന്നൊക്കെ പറയില്ല നമ്മള്, ലൈക്ക് അങ്ങനെ ഒരു ക്യാരക്ടറാണ് പുള്ളിക്ക്. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്കോ എൻ്റെ അമ്മയ്ക്കോ ചേട്ടനോ ഈ പറഞ്ഞ ഇളയച്ചെന്ന് പറഞ്ഞ ആളോട് വലിയ താല്പര്യമൊന്നും ഉണ്ടായില്ല. കാരണം അതായത് ഇവര് തമ്മിൽ ഒരുമിച്ചിരുന്ന മദ്യം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഫുൾ ബ്രെയിൻ വാഷും കാര്യങ്ങളൊക്കെ ആയിരിക്കുള്ളൂ. അപ്പൊ അത് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ അച്ഛൻ വീട്ടിൽ എന്തെങ്കിലും ആ ഒരു കാര്യം പറഞ്ഞിട്ട് വഴക്കുണ്ടാക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇയാളോട് വലിയ താല്പര്യം നമുക്ക് ഉണ്ടായിരുന്നില്ല. കല്യാണത്തിന്റെ ഇപ്പൊ ഈ കല്യാണത്തിന്റെ കേസിലാണെങ്കിൽ പോലും അത്യാവശ്യം നല്ല ഗ്രാൻഡായിട്ട് നടന്നൊരു വിവാഹമായിരുന്നത്. അപ്പൊ പുള്ളി ഉൾപ്പെടെയുള്ള പല റിലേറ്റീവ്സിനും ഈ ഒരു വിവാഹത്തില് ഭയങ്കര അസൂയ. ഞാൻ തുറന്നു പറയാണ്, മിക്കവരുടെ ഫാമിലിയിൽ ഉള്ളൊരു കാര്യം തന്നെയാണ്. അത് തന്നെയാണ് എൻ്റെ ഒരു ഫാമിലിയിൽ നടന്നേക്കുന്നത്. നല്ലൊരു എന്താ പറയാ അസൂയ ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് എനിക്ക് പലപ്പോഴായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അന്നുണ്ടായ ഒരു പ്രശ്നത്തിൽ, ഞങ്ങൾ തമ്മിലുണ്ടായ ചെറിയൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ ഇടയിലുണ്ടായ ഒരു പ്രശ്നത്തിൽ ഇവര് അതിലിടപെട്ട് സത്യത്തില് കാര്യങ്ങൾ വഷളാക്കിയതാണെന്ന് എനിക്ക് പറയാനുള്ളൂ. കാരണം ഞങ്ങൾ ഓൾറെഡി സോൾവ് ചെയ്തൊരു പ്രശ്നമായിരുന്നു അത്. എന്താ പറയാ, ഞാൻ ഈവൻ പോലീസ് സ്റ്റേഷനിൽ ഇരിക്കുന്ന സമയത്തും ഞാൻ സിയോട് പറഞ്ഞത് എനിക്ക് രാഹുലേട്ടൻ്റെ കൂടെ പോയാൽ മതി, എനിക്ക് പരാതികളൊന്നുമില്ല എന്നുള്ള രീതിയിലായിരുന്നു. അത് ആ CCTV ഫുട്ടേജ് പരിശോധിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഞാനും രാഹുലേട്ടൻ ആ സമയത്ത് കൈപിടിച്ചിരിക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ അന്ന് പാരൻസിന്റെ സമ്മർദ്ദം മൂലം എനിക്ക് അവരുടെ കൂടെ തിരിച്ചു പോകേണ്ടി വന്നു. കാരണം 25 വർഷമായിട്ട് നിന്നെ വളർത്തി വലുതാക്കിയ അച്ഛനും അമ്മയാണോ നിനക്ക് വേണ്ടത്, അത് 7 ദിവസമായിട്ട് നിന്റെ ജീവിതത്തിലേക്ക് വന്ന രാഹുലേട്ടനെയാണോ നിനക്ക് വേണ്ടതെന്നാണ് എന്നോട് ചോദിച്ചത്. നീ പോയി കഴിഞ്ഞാല് ഈ അമ്മ ഒരിക്കൽ പോലും ജീവനോടെ ഇരിക്കത്തില്ല. കാരണം സിയുടെ റൂമിൽ വെച്ച് അമ്മ അന്ന് സിയോട് പറഞ്ഞ കാര്യങ്ങളാണതെല്ലാം. എനിക്കൊരു പരാതി ഇല്ല എന്ന് പറഞ്ഞിട്ട് പോലും, അതുകൊണ്ടാണ് സിയെ അന്ന് പരാതി എടുക്കാതിരുന്നത്. കാരണം പരാതിക്കാരി ഞാനാണല്ലോ, എനിക്കില്ല, എൻ്റെ സൈഡിൽ നിന്ന് പരാതിയില്ല, എനിക്ക് രാഹുലേട്ടൻ്റെ കൂടെ തിരിച്ചു പോകണമെന്ന് മാത്രമേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. പക്ഷെ പരാതി കൊടുത്തതന്ന് അച്ഛനായിരുന്നു. അപ്പൊ അതിനെതിരെ അച്ഛന്റെ പരാതിക്കെതിരെ പുള്ളി ഒരു കൃത്യമായിട്ടൊരു ആക്ഷൻ കൊടുത്തില്ലായിരുന്നു അന്ന്. കാരണം എനിക്ക് പരാതി ഇല്ലാത്തതുകൊണ്ടാണ് അങ്ങനെ ചെയ്യാതിരുന്നത്, എനിക്ക് പോകണമെന്ന് പറഞ്ഞത് കൊണ്ടായിരുന്നു. പക്ഷെ പലപ്പോഴും പോണമെന്ന് ഞാൻ അവരോട് പറയുമ്പോൾ പോലും നീ തിരിച്ചു പോയി കഴിഞ്ഞാൽ നീ അമ്മ ഉണ്ടാവില്ല ഒരിക്കൽ പോലും എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് അന്ന് ഈ പറയുന്ന റിലേറ്റീവ്സും എന്നെ ഒരുപാട് ബ്രെയിൻ വാഷ് ചെയ്തിട്ടുണ്ട് ഇമോഷണലി. ആ ഒരു സിറ്റുവേഷനിൽ അങ്ങനെയാണ് സത്യമായിട്ട് എനിക്ക് ചെയ്യാൻ തോന്നിയത്. എന്താണ് ചെയ്യേണ്ടത്, ആരുടെ കൂടെ നിൽക്കണം. മാത്രമല്ല അന്ന് രാഹുലേട്ടൻ എന്നെക്കുറിച്ച് കുറേ മോശം കാര്യങ്ങൾ വന്നിട്ട് എൻ്റെ റിലേറ്റീവ്സിനോട് പറഞ്ഞു എന്നാണ് റിലേറ്റീവ്സ് പറയുന്നത്. പക്ഷെ പിന്നീടാണ് ഞാൻ അറിയുന്നത് പുള്ളി അങ്ങനെയൊന്നും എന്നെക്കുറിച്ച് മോശമായിട്ട് പറഞ്ഞിട്ടൊന്നുമില്ല, അത് വെറുതെ ഉണ്ടാക്കി പറഞ്ഞ കാര്യങ്ങളാണെന്നല്ല ഞാൻ അറിയുന്നത്. അപ്പൊ ആ ഒരു സ്റ്റേജിൽ ഞാൻ വിചാരിച്ചത്, അയ്യോ നമ്മൾ കോംപ്രമൈസ് ചെയ്തതാണല്ലോ, കുഴപ്പമൊന്നുമില്ല എന്ന് കോംപ്രമൈസ് ചെയ്തതാണല്ലോ, പിന്നെ എന്തിനാണ് പുള്ളി എന്നെ കുറിച്ച് ഇങ്ങനെ മോശങ്ങൾ പറഞ്ഞുണ്ടാക്കുന്നത്. സത്യത്തിൽ കൺഫ്യൂസ്ഡ് ആയിപ്പോയി, വിഷമം തോന്നിപ്പോയി. അതായത് എന്ത് ചെയ്യണം, ഞാൻ ആരുടെ കൂടെ നിൽക്കണം എന്നെ സത്യത്തിൽ ഇവിടെ ആരാ ചീറ്റ് ചെയ്യുന്നതെന്നുള്ളൊരു അത്രയും കൺഫ്യൂസ്ഡ് ആയിപ്പോയി. അപ്പൊ അതുകൊണ്ട് ആ ഒരു സ്റ്റേജിൽ ഇത്രയും കാരണങ്ങൾ, ഇത്രയും ഒരു പ്രഷറും സമ്മർദ്ദവും ഉണ്ടായ ആ ഒരു മൊമെന്റിൽ എനിക്ക് പാരന്റ്സിന്റെ കൂടെ തിരിച്ചു പോകാനാണെന്ന് തോന്നിയത്. ഇപ്പോഴും ഞാൻ ഒരിക്കലും രാഹുലേട്ടനെ ഉപേക്ഷിച്ചിട്ട് പോകണമെന്ന് ഒരിക്കൽ പോലും ആഗ്രഹിച്ചിട്ടില്ല. 2 ദിവസം കഴിഞ്ഞിട്ട് തിരിച്ചു വരണമെന്ന് മാത്രമേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. പക്ഷെ ഞാൻ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിലാണ് പല സംഭവങ്ങളും അതിനുശേഷം ഉണ്ടായതെന്നുള്ളതാണ്. പിന്നെ നമുക്കിടയിൽ, അതായത് എനിക്കും രാഹുലേട്ടനിടയിൽ ഉണ്ടായ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ചെറിയൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ പേരിലുണ്ടായ ഒരു തർക്കമായിരുന്നു. അതായത് എന്താ പറയാ, സന്ദീപ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ പേരും പറഞ്ഞിട്ടാണ് അന്ന് ഒരു ചെറിയൊരു തർക്കം ഉണ്ടാകുന്നത്. അതായത് 9-ാം തീയതി എൻ്റെ നാട്ടിലെ റിസപ്ഷൻ, അതും കഴിഞ്ഞിട്ട് 11-ാം തീയതി രാത്രി എന്തോ ആണ് ഈ ഒരു പ്രശ്നം ഉണ്ടാവുന്നത്. അപ്പം അന്ന് നമുക്ക് വീടിനടുത്ത് തന്നെ ഒരു മാരേജ് ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാനുണ്ടായിരുന്നു രാഹുലേട്ടൻ്റെ ഫ്രണ്ടിൻ്റെ. അപ്പം അതും കഴിഞ്ഞിട്ട് നമ്മൾ ബീച്ചിൽ പോയി, ഒരു റൈഡ് പോയി. അത് ഇടയ്ക്കിടയ്ക്ക് നൈറ്റ് അങ്ങനെ ഒരു റൈഡ് പോവാറുണ്ടായിരുന്നു. ഞാൻ രാഹുലേട്ടനും കൂടി കോഴിക്കോട് ബീച്ചിൽ പോയി. അപ്പം അവിടെ വെച്ചിട്ട് ചെറിയൊരു തർക്കം നമ്മൾ തമ്മിൽ സ്റ്റാർട്ട് ചെയ്തായിരുന്നു. അതായത് സന്ദീപിൻ്റെ കാര്യം പറഞ്ഞിട്ട് ഒരു തർക്കം ഉണ്ടായിരുന്നു.
പിന്നെ അതും കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിൽ വന്ന് ആ തർക്കത്തെ ചൊല്ലി ഉണ്ടായൊരു പ്രശ്നമാണ് എന്നെ അടിക്കാൻ കാരണം. ആക്ച്വലി സന്ദീപ് എന്ന് പറയുന്നത് ഞാൻ മാട്രിമോണിയിൽ കൂടെ പരിചയപ്പെട്ട ഒരാളാണ്. അതായത് രാഹുലേട്ടൻ എൻ്റെ ലൈഫിലേക്ക് രണ്ടാമത് തിരിച്ചു വരുന്നതിന് മുന്നേ പരിചയപ്പെട്ട ഒരാളാണ്. പുള്ളിയെ മാത്രമല്ല അത്യാവശ്യം കുറച്ച് പേരും പരിചയപ്പെട്ടിട്ടുണ്ട് അതിൽ കൂടെ. പക്ഷെ പല കാരണങ്ങളാലും നമുക്കത് പ്രൊസീഡ് ചെയ്യാൻ പറ്റില്ല. ഈ സന്ദീപ് എന്ന് പറയുന്ന വ്യക്തിയായിട്ട് ഞാൻ ഒരു 2 മാസത്തോളം ഞാൻ സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ ആ സംസാരത്തിനിടയിൽ പലപ്പോഴും എനിക്കൊരു ഫീലിങ്സോ അല്ലെങ്കിൽ ഒരു കല്യാണം കഴിക്കാനുള്ള ഒരു താല്പര്യമോ സത്യമായിട്ടും തുറന്നു പറയട്ടെ, എനിക്ക് അങ്ങനെ ഒരു ഫീലിങ്സ് ഒന്നും എനിക്ക് തോന്നിയിട്ടില്ല. അത് ഞാൻ ഇയാളോട് ഈ പറയുന്ന സന്ദീപ് എന്ന് പറഞ്ഞ വ്യക്തിയോട് ഞാനത് ഓപ്പണായിട്ട് പറഞ്ഞു. എനിക്കങ്ങനെ ഇത് പ്രൊസീഡ് ചെയ്യുന്നതിനോട് താല്പര്യമില്ല, അങ്ങനെ ഒരു ഫീലിങ്സോ ഒരു ലവോ അങ്ങനെ ഒന്നും തോന്നുന്നില്ല. അപ്പം അത് പുള്ളിക്ക് ഭയങ്കരമായിട്ട് വിഷമമുണ്ടാക്കി. അതായത് പുള്ളിക്ക് എന്നെ ഒരുപാട് ഇഷ്ടമായിരുന്നു, പക്ഷെ എനിക്ക് അങ്ങനെ ഒരു താല്പര്യം ഉണ്ടാകാത്തതിൻ്റെ പേരിലത് പിന്നെ ഹോറോസ്കോപ്പ് നോക്കിയപ്പോൾ അതും അങ്ങനെ ഒന്നും ചേർത്തില്ല എന്ന് കണ്ടപ്പോഴത്തേക്കും വീട്ടുകാർക്കും ഒരു താല്പര്യമില്ലാണ്ടൊക്കെ വന്നു. അങ്ങനെ അത് പ്രൊസീഡ് ചെയ്തില്ല. ഇപ്പം കല്യാണം ആകുമ്പോൾ വിളിക്കണം കേട്ടോ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ആ കോൾ അവിടെ എൻഡ് ചെയ്തു. പിന്നെ ഞാൻ ആ പുള്ളിനെ വിളിക്കുകയോ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. അതിനുശേഷമാണ് ഒരു ഏപ്രിൽ പകുതിയൊക്കെ ആകുമ്പോഴത്തേനും കൃത്യമായിട്ട് ഡേറ്റ് ഓർമ്മയില്ല, രാഹുലേട്ടൻ തിരിച്ചെൻ്റെ ലൈഫിലേക്ക് തിരിച്ചു വരുന്നതും പിന്നെ നമ്മൾ സംസാരിച്ചു തുടങ്ങുന്നതും കല്യാണം പ്രൊസീഡ് ചെയ്യുന്നതും മെയ് 5-ാം തീയതി കല്യാണം കഴിക്കുന്നതും. അത് കഴിഞ്ഞിട്ട് 6-ാം തീയതി കല്യാണത്തിൻ്റെ പിറ്റേ ദിവസം നമ്മൾ അമ്പലത്തിൽ പോയി തിരിച്ചു വരുന്ന വഴി കാറിൽ വെച്ചിട്ടാണ് എനിക്കിങ്ങനെ സന്ദീപിൻ്റെ മെസ്സേജ് വരുന്നത്. അതായത് ആക്ച്വലി ഞാൻ പുള്ളിനോട് എൻ്റെ കല്യാണമാണെന്നുള്ള കാര്യങ്ങളൊന്നും അറിയിച്ചില്ല. കാരണം പല രീതിയിൽ അറിയിക്കണമെന്ന് തോന്നി, പക്ഷെ എവിടെ വേണ്ട എന്ന് തോന്നി എനിക്ക്. കാരണം അതൊരു എൻ്റെ മനസ്സിൽ ഞാനത് എൻഡ് ചെയ്തൊരു ചാപ്റ്ററായിരുന്നു. കാരണം ഒരു രീതിയിലുള്ള ഒരു ഹോപ്പോ അല്ലെങ്കിൽ കല്യാണം കഴിക്കാന്നുള്ളൊരു വാക്കോ അങ്ങനെയൊന്നും എൻ്റെ സൈഡിൽ നിന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഞാനത് എൻ്റെ സൈഡിൽ നിന്ന് ഞാൻ എൻഡ് ചെയ്തൊരു ചാപ്റ്ററായിരുന്നു. പിന്നെ ബ്ലോക്കോ അങ്ങനെ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല വാട്സപ്പിൽ. ഒരു കോണ്ടാക്റ്റ് അവിടെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കല്യാണം അറിയിച്ചില്ല. അപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ ഞാനിങ്ങനെ രാഹുലേട്ടനായിട്ടുള്ള ഒരു പിക്ക് പോസ്റ്റ് ചെയ്യും. ആ പിക്ക് കണ്ടിട്ടാണ് സന്ദീപ് അറിയുന്നത് എൻ്റെ കല്യാണം കഴിഞ്ഞു എന്നുള്ളത്. അപ്പോൾ അത് കണ്ടിട്ട് പുള്ളിക്ക് സഹിച്ചില്ല. അതായത് എന്നെ ഇഷ്ടമായിരുന്നു പുള്ളിക്ക് വിവാഹം കഴിക്കാനായിട്ട്. പക്ഷെ അപ്പോൾ അത് കണ്ടിട്ട് ഷോക്കായിട്ട് എനിക്ക് വാട്സപ്പിൽ വന്ന് മെസ്സേജ് ചെയ്യാണ്, എൻ്റെ കല്യാണം കഴിഞ്ഞു അല്ലേ, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ മെസ്സേജ് ചെയ്യുകയും എനിവേ കൺഗ്രാറ്റ്സ് എന്ന് പറയുകയും ചെയ്തു. അപ്പോൾ അത് ഒരുപക്ഷെ രാഹുലേട്ടൻ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ അറിയാം ബുദ്ധിമുട്ടാവും പുള്ളിക്കും എന്നുള്ളത് എനിക്കറിയാം. അങ്ങനെ ആ മെസ്സേജ് ഡിലീറ്റ് ചെയ്തു. പക്ഷെ ആക്ച്വലി അത് രാഹുലേട്ടൻ എൻ്റെ സൈഡിൽ നിന്ന് ഫോണിൽ കൂടെ കണ്ടു, ആ മെസ്സേജ് കണ്ടു. അപ്പം അങ്ങനെ ഒരു മെസ്സേജ് വന്നപ്പോൾ അത് രാഹുലേട്ടന് ഒരു ഷോക്ക് പോലെ ആയി. സഹിക്കാൻ പറ്റിയില്ല അത്. ഞാൻ പുള്ളിയായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നൊക്കെയുള്ളൊരു ഡൗട്ടും കാര്യങ്ങളൊക്കെ, ചീറ്റ് ചെയ്യുകയാണോ എന്നുള്ള ഒരു ഡൗട്ടും കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങി. പക്ഷെ ഒരിക്കലും അങ്ങനെയൊന്നും ആയിരുന്നില്ല, അങ്ങനെയൊന്നും എൻ്റെ മനസ്സിലുണ്ടായിരുന്നില്ല. അപ്പോൾ ആ ഒരു വിഷയത്തെ ചൊല്ലിയാണ് അന്ന് രാത്രി അങ്ങനെ ഒരു തർക്കം ഉണ്ടാകുന്നത്. അപ്പം അന്ന് തന്നെ 2 തവണ അടിച്ചു എന്നുള്ളത് ശരിയാണ്. പിന്നെ അടിച്ചപ്പോൾ ആ ഒരു സമയത്ത് പുള്ളിക്കുണ്ടായ ആ ഒരു വിഷമത്തെ തുടർന്ന് എന്നോട് പറഞ്ഞു, നീ ചീറ്റ് ചെയ്യുമല്ലേ, എനിക്കിതിന് താല്പര്യമില്ല, മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യമില്ല, നീ പോയിക്കോ, നീ വീട്ടിലേക്ക് തിരിച്ചു പോയിക്കോ എന്നുള്ള രീതിയിലൊക്കെ എന്നോട് സംസാരിച്ചപ്പോൾ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വിഷമവും തോന്നി. ഒരിക്കൽ പോലും ഇൻറ്റൻഷ്യലി അങ്ങനെ ചീറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല. അന്ന് ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ പേരിലാണത് ഉണ്ടായത്. ഞാൻ പല രീതിയിലും അത് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടും എന്തോ രാഹുലേട്ടന് അത് ആ ഒരു സമയത്ത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അതെനിക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒരുപക്ഷെ ഞാൻ ആ ഒരു ചാപ്റ്റർ അവിടെ വെച്ച് സന്ദീപായിട്ടുള്ള ആ ചാപ്റ്റർ അവിടെ വെച്ച് എൻഡ് ചെയ്തപ്പോൾ ഒന്ന് ബ്ലോക്ക് ചെയ്താൽ മതിയായിരുന്നു. കാരണം മാട്രിമോണിയിൽ കൂടെ പരിചയപ്പെട്ട എല്ലാവരുടെയും കോണ്ടാക്ട്സ് കളഞ്ഞേക്കണം എന്ന് രാഹുലേട്ടൻ എന്നോട് ഓൾറെഡി കല്യാണത്തിന് മുന്നേ പറഞ്ഞായിരുന്നു. ഞാൻ ചെയ്യാമെന്നും പറഞ്ഞു, പക്ഷെ ഞാൻ ചെയ്തില്ല. ആ കോണ്ടാക്ട്സ് അതുപോലെ തന്നെ ഉണ്ടായിരുന്നു. അതായിരുന്നു എൻ്റെ ഭാഗത്തുണ്ടായൊരു വലിയൊരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത്. ഞാനത് കളഞ്ഞിട്ട് വേണമായിരുന്നു ചെല്ലാനായിട്ട്. അപ്പം ആ ഒരു സ്റ്റേജിൽ ഇങ്ങനെ വീട്ടിലേക്ക് തിരിച്ചു പോയിക്കോളൂ എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേനും എനിക്കത് ഒരിക്കൽ പോലും, കാരണം ഞാൻ അത്രയും സിൻസിയറായിട്ട് ഇഷ്ടപ്പെട്ടാണ് രാഹുലേട്ടനെ കല്യാണം കഴിച്ചത്. അങ്ങനെ ഒരിക്കലും ചതിക്കണമെന്ന് വിചാരിച്ചിട്ടാണെങ്കിൽ ലൈഫിലേക്ക് ഞാൻ തിരിച്ചു വരേണ്ട ആവശ്യമില്ലായിരുന്നു. ഓക്കെ, എന്തുവാണെങ്കിലും ആയിക്കോട്ടെ. അപ്പോൾ ആ ഒരു വിഷയത്തെ ചൊല്ലി എനിക്കങ്ങനെ വിഷമാവുകയും ഞാൻ ബാത്റൂമിൽ പോയപ്പോൾ എനിക്ക് ഒന്ന് ചെറുതായിട്ട് തല ഇറങ്ങണ പോലെ തോന്നി. ഞാൻ തല ഇറങ്ങി ആ ഷവറിൻ്റെ ഹാൻഡിൽ എൻ്റെ തല ഇടിക്കുകയാണ് ചെയ്തത്. അങ്ങനെയാണ് തലയിൽ വന്ന മുഴ എന്ന് പറയുന്നത് അങ്ങനെയാണ് വന്നത്.
കാരണത്തിൽ രണ്ട് പ്രാവശ്യം അടിച്ചു എന്നുള്ളത് ശരിയാണ്. പിന്നെ മുഴ വന്നത് ഇങ്ങനെ ബാത്റൂമിൽ വീണിട്ടുള്ളതായിരുന്നു. അപ്പം ആ ഒരു സമയത്ത് എനിക്ക് ബോധം പോവുകയും എന്നെ പിന്നീട് ഞാൻ ബോധം വരുമ്പോൾ ഹോസ്പിറ്റലിലായിരുന്നു. അപ്പം ആ സമയത്ത് ഡോക്ടറിനോട് ചോദിച്ചു. ഡോക്ടർക്ക് മനസ്സിലായി. ഡോക്ടറോട് അന്ന് രാഹുലേട്ടൻ പറയുകയും ചെയ്തു ഇങ്ങനെ ചെറിയൊരു തർക്കം ഉണ്ടായി ഞങ്ങൾ തമ്മിൽ. അപ്പം ഞാനിങ്ങനെ അവളെ അടിച്ചു. പിന്നെ ബാത്റൂമിൽ ആ സമയത്ത് അവൾ ബാത്റൂമിൽ പോയി വീണ് അവളുടെ തല ഒന്ന് ചെറുതായിട്ട് മുഴച്ചിട്ടുണ്ട്. ഈ കാര്യങ്ങളെല്ലാം തന്നെ ഡോക്ടറോട് പറഞ്ഞു. ഡോക്ടർ എന്തെങ്കിലും പരാതി ഉണ്ടോ എന്ന് എന്നോട് ആ സമയത്ത് തന്നെ ചോദിച്ചായിരുന്നു. ഞാൻ പറഞ്ഞില്ല, പരാതിയൊന്നുമില്ല, അത് നമ്മൾ തമ്മിൽ പറഞ്ഞ് തീർക്കാവുന്ന പ്രശ്നമുള്ളൂ, പരാതിയൊന്നുമില്ല എനിക്ക് എന്ന് പറഞ്ഞിട്ട് അവളെ കുറച്ച് നേരം ഒബ്സർവേഷനിലിടുകയും കുറച്ച് ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് രാഹുലേട്ടൻ തിരിച്ചെന്നെ വീട്ടിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്തത്, കോഴിക്കോട് വീട്ടിലേക്ക്. അപ്പം അവിടെ വെച്ചിട്ട് അന്ന് നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പം എൻ്റെ സൈഡിലുണ്ടായ ഒരു മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് തുറന്നു പറയുകയും രാഹുലേട്ടൻ്റെ സൈഡിലുണ്ടായ ഒരു മിസ്റ്റേക്ക് അടിച്ചു എന്നുള്ള പേരിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാപ്പ് പറഞ്ഞ് അതവിടെ സോൾവ് ആക്കിയതായിരുന്നു. സോൾവ് ആക്കി കോംപ്രമൈസ് ആയതായിരുന്നു. പിന്നെയാണ് ഈ പറയുന്ന പിറ്റേ ദിവസം അടുക്കള കാണൽ ചടങ്ങുമായിട്ട് എൻ്റെ വീട്ടിൽ നിന്ന് 26 പേര് രാഹുലേട്ടൻ്റെ വീട്ടിലേക്ക് എത്തുന്നത്. അപ്പം ആ ഒരു സമയത്തെന്ന് പറയുന്നത് മുഖത്തടിച്ചതിൻ്റെ പാടും കുറച്ച് സ്വെല്ലിങ്ങൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ തല ഇങ്ങനെ മുഴച്ച് നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ അവർ വിചാരിച്ചത് അപ്പം എന്താണ് പറ്റിയെന്ന് എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ ബാത്റൂമിൽ വീണിട്ട് എനിക്ക് ഇങ്ങനെ സംഭവിച്ചതാണെന്ന് പറഞ്ഞു. അപ്പോൾ പക്ഷെ അവർക്കതിലൊരു ഡൗട്ട് വന്നിട്ട് എന്നോട് റിപ്പീറ്റഡ്ലി ചോദിച്ചുകൊണ്ടിരുന്നു എന്താണ് സത്യം എന്താണെന്നുള്ളത്. അങ്ങനെ ഒരുപാട് തവണ ക്വസ്റ്റ്യൻ ചെയ്തപ്പോഴാണ് ഞാൻ പറഞ്ഞത് ഇങ്ങനെ ചെറിയൊരു തർക്കമുണ്ടായി, 2 പ്രാവശ്യം തല്ലി എന്നുള്ളത്. അപ്പം തല മുഴച്ചത് ആക്ച്വലി ബാത്റൂമിൽ വീണിട്ടായിരുന്നു. അത് ഞാൻ ബാത്റൂമിൽ വീണിട്ട് തന്നെയാണ് അവിടെ അന്ന് പാരൻസിനോട് പറഞ്ഞത്. പക്ഷെ അവർക്കത് വിശ്വസിക്കാൻ പറ്റിയില്ല. രാഹുലേട്ടൻ എന്നെ തലയിൽ ആ മുഴ കണ്ടപ്പോൾ രാഹുലേട്ടൻ എന്നെ ക്രൂരമായിട്ട് മർദ്ദിച്ചിട്ടുണ്ട്, മൊത്തത്തിൽ എന്നെ മർദ്ദിച്ചിട്ടുണ്ടെന്നുള്ളൊരു സംശയം ഉണ്ടായതിൻ്റെ പേരിൽ അന്ന് അവിടെ വെച്ച് തന്നെ പ്രശ്നങ്ങൾ സ്റ്റാർട്ട് ചെയ്യുമായിരുന്നു. അതായത് മാത്രമല്ല അന്ന് അച്ഛനുൾപ്പെടെ കുറച്ച് പേര്, അത് കുറച്ച് ആണുങ്ങൾ അതിൽ കഴിച്ചിട്ടാണ്, അത്യാവശ്യം മദ്യപിച്ചിട്ടായിരുന്നു അന്ന് ഈ പറഞ്ഞ അടുക്കള ചടങ്ങുമായിട്ട് രാഹുലേട്ടൻ്റെ വീട്ടിലെത്തിയത്. അപ്പോൾ എനിക്കാണെങ്കിൽ അന്ന് ചെറിയൊരു പാനിക് അറ്റാക്ക് പോലെ, അതായത് ഒരു പ്രശ്നം വന്നിട്ട് അതിൻ്റെ ഷോക്കിൽ ചെറിയൊരു പാനിക് അറ്റാക്ക് പോലെ അന്ന് വന്നായിരുന്നു. അപ്പം അങ്ങനെയാണ് എൻ്റെ ബോധം പോയെന്നാണ് അന്ന് ഡോക്ടർ പറയുന്നത്. അപ്പം ഞാനാണെങ്കിൽ ആ ഒരു ഷോക്കിൽ എനിക്കെന്ത് പറയണം എന്നറിയാതെ പറ്റാവുന്ന കാര്യങ്ങൾ പറഞ്ഞു. പക്ഷെ എന്ത് ചെയ്യണമെന്ന് അറിയാത്തൊരു സിറ്റുവേഷനിലാണ് ഞാൻ അന്ന് അവിടെ നിന്നത്. അതായത് രാഹുലേട്ടൻ്റെ കൂടെ നിൽക്കണോ പോണോ എന്നൊക്കെയുള്ളൊരു ആകെ കൺഫ്യൂസ്ഡ് ആയിപ്പോയി. ഒന്നും തുറന്നു പറയാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. കാരണം എൻ്റെ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് അത്രയും മോശമായൊരു സിറ്റുവേഷനിലാണ്. നിങ്ങൾക്കത് മനസ്സിലാകുമോ ഇല്ലയോ എന്നുള്ളത് എനിക്കറിയില്ല. ഓക്കെ. അപ്പോൾ അന്ന് വീട്ടുകാരുടെ നിർബന്ധപ്രകാരം എന്നെ ബലമായിട്ട് വലിച്ചുകൊണ്ട് പോവുകയാണ് ചെയ്തത്. എനിക്ക് ഒരിക്കൽ പോലും, സത്യം തുറന്നു പറയട്ടെ, ഒരിക്കൽ പോലും എനിക്ക് തിരിച്ചു പോകണമെന്ന് ആഗ്രഹം ഉണ്ടായില്ല. രാഹുലേട്ടൻ്റെ കൂടെ നിൽക്കണമെന്ന് മാത്രമേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. അന്ന് വീട്ടിൽ നിന്ന് തന്നെ ബലമായിട്ട് വിളിച്ചുകൊണ്ട് പോവുകയും അന്ന് അവിടെയുള്ളൊരു ഹോസ്പിറ്റലിൽ കാണിച്ചു. അപ്പോൾ അന്ന് ഡോക്ടറിൻ്റെ മൊഴി എടുത്ത സമയത്ത് എൻ്റെ കൂടെ വല്യമ്മയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ വല്യമ്മ ആണ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞത്. ഓക്കെ. അപ്പോൾ അതിൽ ഈ പറയുന്ന ചാർജറും ഈ പറയുന്ന കേബിളൊക്കെ എക്സ്ട്രാ ആ ഒരു ദേഷ്യം ഞാൻ പറഞ്ഞില്ലേ, ആ ഒരു എന്നെ അടിച്ചു എന്നുള്ള ഒരു അത് കേട്ടപ്പോഴുണ്ടായ ഒരു ദേഷ്യത്തിൻ്റെ പുറത്തും ചിലപ്പോൾ ഈ പറയുന്ന മദ്യപിച്ചിട്ട് ആണ് വന്നതെന്ന്. അപ്പം ഇതിൻ്റെയൊക്കെ പുറത്താണ് ഇങ്ങനെ സംഭവിച്ചതെന്നും ആ ഒരു ഷോക്കിൽ അവർ ഡോക്ടറോടായാലും ഇങ്ങനെ ചാർജറും പിന്നെ ഈ പറയുന്ന ബെൽറ്റും ഒക്കെ ഉൾപ്പെടുത്താണോ ഉണ്ടായത് ആ ഒരു ദേഷ്യത്തിൽ. അതായത് രാഹുലിനെ ഒരു പാഠം പഠിപ്പിക്കണം, അല്ലെങ്കിൽ രാഹുലിനെ കൂട്ടണം എന്നുള്ളൊരു ആ ഒരു ഒരൊറ്റ ലക്ഷ്യം ഉണ്ടായിരുന്നുള്ളൂ. ചിലപ്പോൾ അടിച്ചതിൻ്റെ ദേഷ്യത്തിലായിരിക്കും അങ്ങനെ ചെയ്തത്. അതെന്തായാലും തെറ്റാണ്. അത് ഒരിക്കൽ പോലും എനിക്ക് അതിൽ അംഗീകരിക്കാൻ പറ്റില്ല. കാരണം ഞാൻ അതിന് കൂടെ ആ ഒരു സമയത്ത് എനിക്ക് സത്യം തുറന്ന് പറയണമെന്ന് മാത്രമേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. പക്ഷെ സിറ്റുവേഷൻസ് അനുകൂലമല്ലാത്തത് കൊണ്ട് മാത്രം കുറേ വധഭീഷണിയും അതുപോലെ ആത്മഹത്യ ചെയ്യുമെന്നൊക്കെ ഇങ്ങനെ ഭീഷണിപ്പെടുത്തിയത് കൊണ്ടും പല സ്റ്റേജിലായിട്ടും അവരുടെ കൂടെ പാരൻസിൻ്റെ കൂടെ റിലേറ്റീവ്സിൻ്റെ കൂടെ എനിക്ക് നിൽക്കേണ്ടി വന്നു. അതാണ് ഉണ്ടായത്. അന്ന് ഡോക്ടർക്ക് മൊഴി കൊടുത്തു. വല്യമ്മയാണ് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഡോക്ടറോട് പറയുന്നത്. എനിക്ക്
ഇങ്ങനെയൊക്കെ മർദ്ദിച്ചു എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ, തെറ്റായിട്ടുള്ള ഫോൾസ് ആയിട്ടുള്ള അലിഗേഷൻസും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നതും. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലുന്നത്. പോലീസ് സ്റ്റേഷനിൽ വെച്ചിട്ട് ഈ പറയുന്ന പോലെ എന്താ പറയുക, എനിക്ക് അവിടെ അച്ഛൻ വന്ന് പരാതി കൊടുക്കേണ്ടത്, നമുക്കിങ്ങനെ പരാതി ഉണ്ട്, മോളിങ്ങനെ ചെയ്തു എന്നുള്ള പേരും പറഞ്ഞിട്ട് പരാതി കൊടുക്കുന്നുണ്ട്. ആ ഒരു സ്റ്റേജിൽ പോലും എനിക്ക് എന്താ പറയുക, ഞാൻ പറയുന്നതൊന്ന് കേട്ട് അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ എന്താണ് ഉണ്ടായതെന്ന് പറയുന്നത് കേട്ട് ഒരു നിൽക്കാനുള്ള ഒരു അങ്ങനൊരു സിറ്റുവേഷൻ പോലും അവിടെ ഉണ്ടായില്ല എന്നുള്ളവരെ, അതായത് എടുത്ത് ചാടി എന്തൊക്കെയോ ചെയ്തു, ഒന്നും ചിന്തിക്കാതെ, ചിലപ്പോൾ എൻ്റെ ഫ്യൂച്ചറിനെ പോലും ചിന്തിക്കാതെ പെട്ടെന്ന് ആ സമയത്തുണ്ടായ ഒരു എന്താ പറയുക ഷോക്കും ദേഷ്യത്തിൻ്റെ പേരിൽ എനിക്ക് സംസാരിക്കാനുള്ള, അല്ലെങ്കിൽ എനിക്കും രാഹുലേട്ടനോട് സംസാരിക്കാനുള്ളൊരു സിറ്റുവേഷൻ പോലും തരാതെ കാര്യങ്ങൾ ഒത്തിരി വഷളാക്കാണ് ഉണ്ടായത്. അപ്പോൾ ആ ഒരു സമയത്ത് എന്നെ രാഹുലേട്ടനും സിയുടെ റൂമിലേക്ക് വിളിക്കുകയും സാറിനോട് സംസാരിക്കുകയും ചെയ്തു. അപ്പം അന്ന് ഞാൻ പറഞ്ഞത് എനിക്ക് പരാതിയൊന്നുമില്ലെങ്കിൽ രാഹുലേട്ടൻ്റെ കൂടെ മാത്രം പോയാൽ മതി, ഞാനും രാഹുലേട്ടനും തമ്മിൽ അവിടെ ഒരുമിച്ചിരുന്ന് കൈപിടിച്ചിരിക്കുന്ന ആ ഒരു CCTV ഫുട്ടേജ് അത് കിട്ടിയിട്ടുണ്ടാവുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പം അതിൽ നിന്ന് വ്യക്തമാണ് എനിക്ക് പുള്ളിയുടെ കൂടെ പോകാൻ മാത്രമായിരുന്നു താല്പര്യം. അപ്പോൾ പക്ഷെ വീട്ടുകാരുടെ സമ്മർദ്ദം മൂലം, അതായത് ഞാൻ എന്താ രാഹുലേട്ടൻ്റെ കൂടെ തിരിച്ചു പോയി കഴിഞ്ഞാൽ ഇങ്ങനൊരു അമ്മ നിനക്ക് ഉണ്ടാവില്ല, അമ്മ ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞതുകൊണ്ടാണ്, അവിടെ കിടന്ന് പ്രശ്നം ഉണ്ടാക്കിയത് കൊണ്ടാണ്. പിന്നെ റിലേറ്റീവ്സ് ആയാലും വന്നിട്ട് രാഹുൽ എന്നെക്കുറിച്ച് ഇങ്ങനെ മോശം കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു നടക്കുന്നുണ്ട്, പറഞ്ഞുണ്ടാക്കി പോലീസിനോട് പറഞ്ഞു എന്നൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് സത്യത്തിൽ ഞാൻ ഒരിക്കലും രാഹുലേട്ടനിൽ നിന്ന് അത് എക്സ്പെക്ട് ചെയ്യുന്നില്ല. കാരണം രാഹുലേട്ടൻ അങ്ങനെ പറയില്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഓൾറെഡി നമ്മൾ പറഞ്ഞ് കോംപ്രമൈസ് ചെയ്തൊരു കാര്യമാണ്. പിന്നെ അതിനെ ചൊല്ലി പുള്ളി എന്നെക്കുറിച്ച് കുറ്റം പറയേണ്ട ഒരു ആവശ്യം അവിടെ ഇല്ല. കാരണം ഞാൻ ഒരിക്കലും അങ്ങനെ ഒരു മോശമായിട്ടുള്ളൊരു അലിഗേഷൻസ് ഒന്നും പുള്ളിക്കെതിരെ കൊണ്ടുവന്നിട്ടില്ല ആ ഒരു സമയത്ത്. അപ്പോഴും തിരിച്ചു പോകണമെന്ന് മാത്രമേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. പക്ഷെ അച്ഛനാണ് സിയുടെ റൂമിൽ വന്നിട്ട് നമുക്ക് പരാതി ഉണ്ടെന്നും പരാതി വേണമെന്ന് പറയുന്നത്. പക്ഷെ സി അതിനെതിരെയുള്ള ആക്ഷൻസ് എടുക്കാഞ്ഞത് എനിക്ക് പരാതിയില്ല എന്ന് പറഞ്ഞത് കൊണ്ടായിരുന്നു. എനിക്ക് പരാതിയില്ല, എനിക്ക് രാഹുലേട്ടൻ്റെ കൂടെ പോകണമെന്ന് സിയോട് ഞാൻ പറഞ്ഞത് കൊണ്ടാണ് പുള്ളി അതിനായിട്ടുള്ള ആക്ഷൻസും കാര്യങ്ങളൊന്നും എടുക്കാഞ്ഞത്, വേറൊന്നുമല്ല. അപ്പോൾ അന്ന് അവിടെ ഉണ്ടായിട്ടുള്ള അറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞാൽ അത്രയും മോശമായിട്ടുള്ള, അത്രയും സമ്മർദ്ദം ചെലുത്തി ഇമോഷണലി തന്നെ അത്രയും അത്രയും എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്തു, മരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു സിറ്റുവേഷൻ അനുസരിച്ചിട്ട് എനിക്കറിയാം, എനിക്ക് 25 വയസ്സായി. അപ്പോൾ ആ ഒരു സ്റ്റേജിലെങ്കിലും എനിക്ക് എൻ്റേതായിട്ടുള്ളൊരു ഡിസിഷൻ എടുക്കണമായിരുന്നു, അതായിരുന്നു അതിൻ്റെ ശരി. പക്ഷെ എന്തോ ആ ഒരു സ്റ്റേജിൽ പോലും എനിക്ക് എൻ്റെ പാരൻസിൻ്റെ സമ്മർദ്ദം മൂലം അവരുടെ കൂടെ പോകേണ്ടി വന്ന ഒരു സാഹചര്യത്തിൽ എനിക്ക് സത്യമായിട്ട് അതിലൊരു നന്നായിട്ട് റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്. കാരണം അന്നൊരു കറക്റ്റായിട്ടൊരു ഡിസിഷൻ എടുക്കാൻ പറ്റിയിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും ഒരിക്കൽ പോലും വരില്ലായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇങ്ങനെയുള്ള സെൻസേഷനും കാര്യങ്ങളൊന്നും ഒരിക്കൽ പോലും ഉണ്ടാകില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷെ അന്നത്തെ ഒരു സിറ്റുവേഷനിൽ അവരുടെ കൂടെ പോകേണ്ടി വന്നു. ഞാൻ പോയി. പക്ഷെ 2 ദിവസം കഴിഞ്ഞിട്ട് തിരിച്ചു വരണം എന്ന് മാത്രമേ ആഗ്രഹിച്ചിട്ടുള്ളൂ. ഒരിക്കൽ പോലും അവര് പ്രിപ്പയർ ചെയ്ത നുണകൾക്ക് കൂടെ നിന്ന് രാഹുലേട്ടനെ ഒറ്റിക്കൊടുക്കണം എന്ന് ഒരിക്കൽ പോലും പ്രതീക്ഷയില്ല. അങ്ങനെയൊന്നും ആഗ്രഹിച്ചിട്ടില്ല. ഇനീഷ്യൽ സ്റ്റേജിൽ പോലും സത്യം തുറന്ന് പറയണമെന്ന് വിചാരിച്ചിട്ടുള്ളൂ. പിന്നെ വീട്ടിൽ എന്നെ കൊണ്ടുവന്നു. പിറ്റേ ദിവസം ഞാൻ രാവിലെ, അതായത് ഇങ്ങനെ അച്ഛൻ വക്കീലിനെ കണ്ട അത് മാത്രമല്ല, അന്ന് പോലീസ് സ്റ്റേഷനിൽ അവിടെ വെച്ചിട്ട് ഇളയച്ചൻ, ഈ പറയുന്ന പോലെ എൻ്റെ ഇളയച്ചൻ എന്ന് പറയുന്ന ഇയാള് പല രീതിയിൽ മീഡിയാസിനെ അറിയിക്കുകയും വക്കീലായിട്ട് കോണ്ടാക്ട് ചെയ്യും. ഓൺ ദ സ്പോട്ടിൽ തന്നെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു എന്നുള്ളതാണ്. അതായത് ക്ഷമിക്കാനുള്ള ഒന്ന് ക്ഷമിച്ച് കുറച്ചു നേരത്തേക്ക് സംസാരിച്ച് ഡിസ്കസ് ചെയ്യാനുള്ള ഒരു സിറ്റുവേഷൻ പോലും ഉണ്ടാക്കിയില്ല എന്നുള്ളതായിരുന്നു. അല്ലെങ്കിൽ ഞാൻ പറയുന്നത് കേൾക്കാനുള്ള ഒരു സിറ്റുവേഷൻ പോലും എനിക്ക് ഉണ്ടാക്കി തന്നില്ല. കാരണം എടുത്തു ചാടി എന്തൊക്കെയോ ചെയ്തു കൂട്ടി. കാരണം അന്നേ ദിവസം തന്നെ മീഡിയാസിനെ അറിയിക്കുകയും വക്കീലിനെ അറിയിക്കുകയും ചെയ്യുമ്പോൾ ഞാൻ ഇതിൽ കൂടുതൽ എന്താ ഞാൻ പറയേണ്ടത് എനിക്കറിയില്ല. കാരണം 2 ദിവസം കഴിഞ്ഞ് ഞാനിത് ഇത് ശരിയാവും, ഇത് സംസാരിച്ച് നമുക്ക് ശരിയാക്കാം എന്നുള്ള രീതിയിലായിരുന്നു. പക്ഷെ ആ 2 ദിവസം പോലും വെയിറ്റ് ചെയ്യാൻ ഉള്ളൊരു മനസ്സ് കാണിക്കാതെ അതിന് മുന്നേ തന്നെ വക്കീലിനെയും ഈ പറയുന്ന മീഡിയാസിനെയൊക്കെ അറിയിച്ച് കാര്യങ്ങൾ കൂടുതൽ വഷളാക്കി മാത്രമേ എനിക്ക് പറയാനുള്ളൂ.
കാരണം എൻ്റെ കയ്യിലും നിന്നില്ല കാര്യങ്ങൾ, എൻ്റെ കയ്യിലും കൈവിട്ട് പോയി എന്നുള്ളതാണ്. അത് ഓർത്താണ് ഇപ്പം എനിക്ക് ഏറ്റവും വലിയ ഞാൻ റിഗ്രറ്റ് ചെയ്യുന്നത്. അന്ന് ഒരു കൃത്യമായിട്ടൊരു സ്റ്റാൻഡ് എടുത്തിരുന്നെങ്കിൽ ഇപ്പം ഇങ്ങനെയുള്ള സെൻസേഷനും കാര്യങ്ങളും ഇത്രയും കേസ് ഇത്രയും വഷളാവില്ലായിരുന്നു. രാഹുലേട്ടനെതിരെ ഇത്രയും മോശമായിട്ടുള്ള അലിഗേഷൻസും ആവശ്യമില്ലാത്ത അലിഗേഷൻസും കാര്യങ്ങളൊന്നും വരില്ലായിരുന്നു. അപ്പോൾ അന്ന് രാവിലെ ഞാൻ എഴുന്നേറ്റപ്പോൾ എൻ്റെ കയ്യിൽ ഒരു 4 പേജ് കണ്ടന്റ് അച്ഛൻ തരുവാണ്. അപ്പം അതിൽ ഞാൻ വായിച്ചു നോക്കിയപ്പോൾ ആവശ്യമില്ലാത്ത കുറേ കാര്യങ്ങൾ, അതായത് ഡൗറി, ഇപ്പം ഈ പറഞ്ഞ കേബിളിൻ്റെ ചാർജർ വെച്ച് കഴുത്തിൽ മുറുക്കിയതും, ഈ പറയണ ബെൽറ്റ് വെച്ച് അടിച്ച അങ്ങനെയുള്ള ഫോൾസ് അലിഗേഷൻസ് എല്ലാം അതിൽ ആഡ്, അതായത് കേസിന് ബലം കിട്ടുന്ന രീതിയിലുള്ള ഫോൾസ് അലിഗേഷൻസ് അതിൽ ആഡ് ചെയ്തിട്ട് ഇത് വായിച്ച് ഇതുപോലെ പറയണം എന്ന് എന്നോട് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞത് ഈ നുണകൾക്കൊന്നും ഞാൻ കൂട്ടു നിൽക്കില്ല, ഇതിന് നല്ലൊരു വില കൊടുക്കേണ്ടി വരും. ഏതൊരു സ്റ്റേജിലാണെങ്കിൽ പോലും എപ്പോഴായാലും പോലും ഇതിന് നല്ല വില കൊടുക്കേണ്ടി വരും, എന്നെ ഇതിനൊന്നും കിട്ടത്തില്ല എന്നാണ് പറഞ്ഞത്. അപ്പോഴും എനിക്ക് ത്രെഡ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ പറയുന്നത് കേൾക്കാനുള്ള ഒരാൾ പോലും എൻ്റെ ഫാമിലിയിൽ ഏതെങ്കിലും ഒരാൾക്ക് എൻ്റെ കൂടെ നിന്നിരുന്നെങ്കിൽ ഞാൻ അത്ര ആഗ്രഹിച്ചിട്ടുണ്ട്. ആരെങ്കിലും ഒരാളെങ്കിലും നിന്നിരുന്നെങ്കിൽ ഇത്രയും വഷളാവില്ല. പക്ഷെ ഒരാൾ പോലും ഉണ്ടായില്ല എന്നുള്ളതാണ്. ഇപ്പോഴും ഇല്ല. അതിനുള്ള ഇപ്പോഴും ഇല്ലാന്ന് മാത്രമല്ല, ഇപ്പോഴും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല നിൽക്കുന്നുണ്ട്. ഇനിയും ഉണ്ടാകും. ഞാൻ ഒറ്റയ്ക്കാണത് ഫൈറ്റ് ചെയ്യുന്നത്. ഇനിയും ഉണ്ടാകും എന്നുള്ളതിൽ ഒരു പ്രതീക്ഷയില്ല. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനൊരു വീഡിയോ എനിക്ക് ഇങ്ങനെ വന്നിട്ട് പറയേണ്ടി വന്നത്. സത്യം ഇത് അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ മീഡിയാസിന് മുന്നിൽ വന്നിട്ട് എനിക്ക് പ്രളയച്ചനായാലും ആ സമയത്ത് എന്നോട് പറഞ്ഞത്, മോളെ പറ്റാവുന്ന രീതിയിൽ അതായത് കരഞ്ഞ് അഭിനയിക്കാൻ ശ്രമിക്കുക എന്നാണ് എന്നോട് പറഞ്ഞത്. അറിയില്ല, എന്നെക്കൊണ്ട് പരമാവധി പറ്റാവുന്ന രീതിയിൽ ഞാൻ അവരെ അനുസരിച്ച് ഞാൻ സത്യം പറഞ്ഞാൽ അവിടെ അഭിനയിക്കുകയായിരുന്നു. കാരണം എനിക്ക് ആ ഒരു സിറ്റുവേഷനിൽ അങ്ങനെയാണ് ചെയ്യാൻ തോന്നിയത്. എനിക്കറിയാം തെറ്റാണെന്ന് അറിയാമെങ്കിൽ പോലും പേടിച്ചിട്ടും പല കാരണങ്ങളാൽ പാരൻസിൻ്റെ സൈഡിൽ നിന്നും ഇങ്ങനെ ഈ പറയുന്ന പോലെ ആത്മഹത്യ ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ കേട്ടപ്പോഴത്തേനും ഞാൻ ഷോക്ക്ഡായിപ്പോയി. എനിക്ക് ആ സമയത്ത് 25 എന്നെ ഇത്രയും വളർത്തി വലുതാക്കിയ അല്ലെങ്കിൽ അച്ഛൻ അല്ലെങ്കിൽ എൻ്റെ അമ്മ എൻ്റെ മുന്നിൽ നിന്ന് ഇങ്ങനെ വന്ന് പറയുമ്പോൾ എനിക്ക് അറിയില്ലായിരുന്നു ആ സമയത്ത്. ചിലപ്പോൾ ഒരു ലാക്ക് ഓഫ് മെച്യൂരിറ്റിയുടെ പുറത്തായിരിക്കാം അന്ന് അങ്ങനെ സംഭവിച്ചത്. അങ്ങനെ ഒരു വെൽ സ്റ്റാൻഡ് എനിക്ക് എടുക്കാൻ പറ്റാഞ്ഞത് അതുകൊണ്ടായിരുന്നു. അതിൽ ഞാൻ ഒരുപാട് റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വക്കീലും ഈ പറഞ്ഞ് പിടിപ്പിച്ച കുറേ കാര്യങ്ങളുടെ പുറത്താണ് അന്ന് അങ്ങനെ നമുക്ക് ചെയ്യേണ്ടി വന്നത്. അങ്ങനെയാണ് രാഹുലേട്ടൻ അഗെയിൻസ്റ്റ് ആയിട്ട് ഇങ്ങനെയുള്ള ഫോൾസ് അലിഗേഷൻസ് കൊണ്ടുവന്നതും ഈ പ്രശ്നം. ഒരിക്കൽ പോലും ഒരു സ്റ്റേജിൽ പോലും എനിക്ക് ഒരാളോട് പോലും തുറന്നു പറയാൻ, അതിൻ്റെ ഒരു ഇടയ്ക്ക് ഞാൻ അത് സത്യങ്ങൾ തുറന്നു പറയാനായിട്ട് ശ്രമിച്ചു. അതായത് എൻ്റെ ചിറ്റപ്പനോട് ഞാൻ സത്യം തുറന്ന് പറഞ്ഞു. കാരണം ഇത് ആരോടെങ്കിലും തുറന്ന് പറയണമെന്ന് മാത്രമേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. എനിക്ക് കൗൺസിലിംഗ് തന്ന ഒരു കൗൺസിലറോട് ഞാൻ സത്യം തുറന്നു പറഞ്ഞായിരുന്നു. എൻ്റെ ചിറ്റപ്പനോട് ഞാൻ സത്യം തുറന്നു പറഞ്ഞായിരുന്നു. പക്ഷെ എന്താ പറയുക, കൂടെ നിന്നില്ല. ഒന്ന് പ്രൊസീഡ് ചിറ്റപ്പനോട് പറഞ്ഞ സമയത്ത് കൂടെ നിൽക്കാമെന്ന് പറഞ്ഞെങ്കിലും അതിൻ്റെ ബാക്കിയുള്ള ഒരു രീതിയിൽ അത് പ്രൊസീഡ് ആയില്ല എന്ന് എനിക്ക് തോന്നിയത്. ഒന്നും ചെയ്തില്ല എന്ന് മാത്രമേ എനിക്കത് പറയാനുള്ളൂ. അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു പ്രശ്നം ഇത്രയും വഷളായത്. ആ ഒരു ലാസ്റ്റ് സ്റ്റേജിൽ പോലും, അതായത് ആരോടും തുറന്നു പറഞ്ഞിട്ട്, ഇപ്പം ചിറ്റപ്പനോടായിക്കഴിഞ്ഞാലും ലോയറിനോടായിക്കഴിഞ്ഞാലും ഇവരോട് എല്ലാവരോടും ഞാൻ സത്യം തുറന്നു പറഞ്ഞിട്ടും ആരുടെ ഭാഗത്തു നിന്നും ഒരു സപ്പോർട്ട് കിട്ടാണ്ട് വന്നപ്പോൾ ഞാൻ ACPനെ വിളിക്കാനുണ്ടായത്. സാറിനെ വിളിച്ചിട്ട് സാറിനോട് ഞാൻ പറഞ്ഞു സത്യങ്ങളെല്ലാം. ഇതാണ് ആക്ച്വലി സംഭവിച്ചിരിക്കുന്നത്. ഇങ്ങനെ ചാർജറോ കേബിളോ അതൊന്നുമില്ല, ഡൗറി ഒന്നുമില്ല. ഇങ്ങനെ ചെറിയൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ പേരിൽ ഉണ്ടായൊരു തർക്കമാണ്. 2 പ്രാവശ്യം തല്ലി എന്നുള്ളത് ശരിയാണ്. പിന്നെ നെറ്റിയിലുണ്ടായ മുഴ ബാത്റൂമിൽ വീണിട്ടുണ്ടായതാണെന്നുള്ള കാര്യങ്ങൾ ഞാൻ സാറിനെ വിളിച്ച് അന്വേഷിച്ചു. എന്നെ എങ്ങനെയെങ്കിലും ഹെൽപ്പ് ചെയ്യണമെന്ന് പറഞ്ഞു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഓർ നോട്ട്, പുള്ളിക്ക് ആ ഒരു സ്റ്റേജിൽ ഈ ഒരു കേസായിട്ട് ബന്ധപ്പെട്ട് 2 പേർക്ക് ഓൾറെഡി ഒരു സസ്പെൻഷൻ കിട്ടിയതുകൊണ്ട് ഈ ഒരു സ്റ്റേജിൽ എന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത്. അപ്പം എനിക്ക് മനസ്സിലായി ആ ഒരു ഡോറും എന്തായാലും, ആ ഒരു വാതിലും എന്തായാലും അടഞ്ഞു. അപ്പോൾ അവിടെ നിന്നും ഒരു ഹോപ്പില്ലാണ്ട് വന്നപ്പോൾ എനിക്ക് പിന്നെ ഒറ്റയ്ക്ക് നിന്ന് നേരിടാനേ പറ്റുള്ളൂ. മാറി നിന്ന് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യേണ്ടി വന്നു.
ഇങ്ങനൊരു വീഡിയോ റിലീസ് ചെയ്യാന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തുന്നത് ഞാൻ അങ്ങനെയാണ്. അപ്പോൾ ഞാനതിൽ പറഞ്ഞിട്ടുള്ള എൻ്റെ കഴുത്തിലുള്ള ചാർജറിൻ്റെ കേബിൾ വെച്ചിട്ട് മുറുക്കിന്നാണ് എൻ്റെ പഴയ സ്റ്റേറ്റ്മെൻറ്റ്. അങ്ങനെയായിരുന്നു രാഹുലേട്ടന് അഗെയിൻസ്റ്റ് ആയിട്ട് ഞാൻ പറഞ്ഞത്. ആക്ച്വലി ആ മുറിവുകൾ എന്നൊക്കെ പറയുന്നത് അത് പരിശോധിച്ചാൽ അറിയാം. എൻ്റെ അന്നത്തെ ആ ഒരു പിക്ചറും ഇന്നത്തെ എൻ്റെ കഴുത്തിലുള്ള പിക്ചർ എടുത്ത് നോക്കിയാൽ അത് തമ്മിൽ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ആ ലൈൻസ് എന്ന് പറയുന്നത് എൻ്റെ ബർത്ത് ലൈൻസ് ആണ്. ഒരിക്കൽ പോലും ചാർജറിൻ്റെ കേബിൾ വെച്ചിട്ട് മുറുക്കിയിട്ടുണ്ടായിട്ടുള്ള ലൈൻസ് ഒന്നുമല്ല, അതിൻ്റെ ബർത്ത് ലൈൻസ് ആണ്, വേറൊന്നുമല്ല. പിന്നെ എൻ്റെ കയ്യിലുണ്ടായി കഴിഞ്ഞാൽ കുറച്ച് പാടുകൾ, അതിൻ്റെ ഫോട്ടോസും പറഞ്ഞ പോലെ പഴയ വീഡിയോസിലൊക്കെ ഈ പറഞ്ഞ കയ്യിലൊക്കെ ഉണ്ടായ കുറച്ച് പാടുകളുടെ പിക്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ആക്ച്വലി അന്ന് കോഴിക്കോട് നടന്ന നമ്മുടെ ഈവനിങ് നടന്ന റിസപ്ഷൻ്റെ സമയത്ത് ഡാൻസ് കളിക്കുമ്പോൾ എൻ്റെ ഇടയിൽ സംഭവിച്ച ചെറിയൊരു പരിക്കിൻ്റെ പേരിലുണ്ടായതാണത്. അതാണ് ആക്ച്വലി ഞാനിങ്ങനെ പുള്ളി എന്നെ മർദ്ദിച്ചതാണെന്നുള്ള പേരും പറഞ്ഞിട്ട് ഇങ്ങനെ കാണിച്ചു കൊടുത്തത് ഡോക്ടർക്ക്. ആക്ച്വലി അത് അന്നത്തെ ഒരു ഡാൻസ് കളിക്കുന്നതിൻ്റെ സമയത്തുണ്ടായ ഒരു പരിക്കായിരുന്നു, വേറെ ഒന്നുമല്ല. അപ്പോൾ ആക്ച്വലി തന്നെ ഇങ്ങനെയാണ് സംഭവിച്ചത്. ബാക്കിയെല്ലാം എനിക്ക് പറയാനുള്ളത് ബാക്കിയെല്ലാം ഒരു ഫോൾസ് അലിഗേഷൻസ് ആയിരുന്നു. അപ്പം അന്നത്തെ ഒരു സമ്മർദ്ദവും ഈ പറയുന്ന പേടിയും ഒരു വധഭീഷണിയും പിന്നെ സൂയിസൈഡ് ചെയ്യുന്നൊക്കെ പറഞ്ഞെന്നെ പേടിപ്പിച്ചപ്പോൾ എന്താണ് ഒരു പക്വതയോടുകൂടിയുള്ള അതൊരു മെച്ചുവേർഡ് ആയിട്ടുള്ളൊരു ഡിസിഷൻ എനിക്ക് അന്ന് എടുക്കാൻ പറ്റിയില്ല. പക്ഷെ പിന്നീട് എപ്പോഴോ ഈ ഒരു നമുക്ക് പറയില്ലേ എന്താണ് ഒരു റിയലൈസേഷൻ, ആ ഒരു സ്റ്റേജിൽ കൂടെ ഞാൻ കടന്നുപോയി. അപ്പം ആ ഒരു സ്റ്റേജിൽ എനിക്ക് എൻ്റെ മനസ്സിൽ കൂടെ വന്നത് ഓക്കെ, ഞാൻ ചെയ്തത് തെറ്റാണ്, ഞാൻ ഒരിക്കൽ പോലും ചെയ്യാൻ പാടില്ലായിരുന്നു. അതാണ് എൻ്റെ സൈഡിൽ നിന്നും ഉണ്ടായത്. അപ്പോൾ പാരൻസിൻ്റെ സൈഡിലാണെങ്കിൽ പോലും ജീവിക്കേണ്ടത് ഞാനാണ്, രാഹുലേട്ടൻ്റെ കൂടെ ജീവിക്കേണ്ടത് അവരല്ല, ഞാനാണ്. അപ്പം ഞങ്ങൾക്കിടയിലുണ്ടായ ഇഷ്യൂസ് എന്ന് പറയുന്നത് ഞങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ, വേറെ ആർക്കും അറിയില്ല. ബട്ട് ഡിസിഷൻ എടുക്കേണ്ടിയിരുന്നത് ഞാനായിരുന്നു അവിടെ, അല്ല ഞാൻ രാഹുലേട്ടനും ആയിരുന്നു. അപ്പോൾ പാരൻസ് അങ്ങനെ ഒരു സമ്മർദ്ദം ചെലുത്തി ബലം എന്താണ് എന്നെ വീട്ടിലേക്ക് കൊണ്ടുപോകുമ്പോൾ പോലും ഒരു കറക്റ്റ് ഡിസിഷൻ ഇല്ല, ഞാൻ രാഹുലേട്ടൻ്റെ കൂടെ വരുകയുള്ളൂ എന്നുള്ളൊരു കറക്റ്റ് ഡിസിഷൻ എനിക്കന്ന് എടുക്കാൻ പറ്റിയിരുന്നുവെങ്കിൽ ഇങ്ങനൊരു സ്റ്റേജ് ഉണ്ടാകില്ലായിരുന്നു എന്നാണ്. ഇങ്ങനെയുള്ള സെൻസേഷനും കാര്യങ്ങളൊന്നും ഉണ്ടാകില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇന്നറിയാം, എനിക്കറിയാം ഞാൻ ഒരിക്കൽ പോലും നല്ല കമൻസോ അല്ലെങ്കിൽ ഒരിക്കൽ എപ്പോഴും എക്സ്പെക്ട് ചെയ്തിട്ടല്ല ഞാൻ യൂട്യൂബിൽ വന്നിട്ട് അങ്ങനെയുള്ള വീഡിയോസ് റിലീസ് ചെയ്തത്. എനിക്കറിയാം അത്രയും മോശമായിട്ടുള്ള എന്താണ് കമൻസും കാര്യങ്ങളാണ് എന്നെക്കുറിച്ച് വന്നത്. കുഴപ്പമില്ല, അതെല്ലാം എക്സ്പെക്ട് ചെയ്തിട്ട് തന്നെയാണ് ഞാൻ അങ്ങനെ ഒരു വീഡിയോ ഇട്ടത്. അല്ലാണ്ട് എന്നെല്ലാവരും ഇങ്ങനൊരു പറയുമ്പോൾ എന്നെല്ലാവരും എന്താ പറയുക ഇതിനൊരു ഇതുണ്ടാവും എന്നൊക്കെ പ്രതീക്ഷിച്ചിട്ടൊന്നുമില്ല. എന്നെ എന്തായാലും പൊങ്കാലയിടുന്നുള്ളത് എനിക്ക് 100% ഷുവറായിരുന്നു. എന്നാൽ പോലും കുഴപ്പമില്ല, ഒരു നിരപരാധിയായുള്ള ഒരാളെ ശിക്ഷിക്കപ്പെടുന്നതിനേക്കാൾ നല്ലതല്ലേ ഈ ഒരു സ്റ്റേജിൽ. എനിക്കറിയാം ലേറ്റായി പോയെന്ന് അറിയെങ്കിൽ പോലും ഈ ഒരു സ്റ്റേജിൽ വന്നിട്ട് എനിക്ക് സത്യം തുറന്ന് പറയണം എന്ന് തോന്നി. അല്ലെങ്കിൽ അതൊരു മനസാക്ഷി എന്ന് പറയുന്നൊരു ഇല്ല എവിടെയോ ഈ ഒരു സ്റ്റേജിലെങ്കിലും തുറന്ന് പറയണം. റിലീസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാനത് റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്. ആ ഒരു സമയത്ത് ഒരു ലാക്ക് ഓഫ് മെച്യൂരിറ്റിയുടെ പുറത്ത് എടുക്കാൻ പറ്റാഞ്ഞ ഒരു ഡിസിഷൻ്റെ പേരിലാണ് ഇന്ന് ഇത്ര റിഗ്രറ്റ് ചെയ്യുന്നത്. ലൈഫിലൊരു തെറ്റ് പറ്റിപ്പോയി, എനിക്കറിയില്ല. ഇപ്പോഴത്തെ എൻ്റെ ഒരു ഇതിൽ ആരും എന്നെ വിശ്വസിക്കാൻ കൂട്ടാക്കുന്നില്ല. ഞാൻ ഇപ്പോഴും കള്ളം പറയാണ്, ഞാൻ കള്ളിയാണ്, എന്നെ വിശ്വസിക്കരുത്, ഫുൾ ഡ്രാമയാണ് ഞാൻ. പാരൻസിനെ ഞാൻ കൊലയ്ക്ക് കൊടുത്തു, എന്താണ് ഒരു ചെറുപ്പക്കാരൻ്റെ ജീവിതം ഞാൻ നശിപ്പിച്ചു. എല്ലാം എന്താ പറയുക, ഞാൻ ആരെയും കുറ്റം പറയില്ല, ഞാൻ കുറ്റം പറയില്ല. ചിലപ്പോൾ പുറത്തുനിന്ന് വീക്ഷിക്കുന്നവർക്ക് ഒരു സംഭവം ഉണ്ടാകുമ്പോൾ എല്ലാവർക്കും പല അഭിപ്രായങ്ങളായിരിക്കും, 2 അഭിപ്രായങ്ങളുണ്ടാവും. ഇതെല്ലാം എക്സ്പെക്റ്റഡ് ആണ്, കുഴപ്പമില്ല. പക്ഷെ എങ്കിൽ പോലും സത്യം തുറന്നു പറയണമെന്ന് തോന്നി, അതിന് മാത്രമാണ് എൻ്റെ വീഡിയോ ചെയ്തത്. താങ്ക് യു സോ മച്ച്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഞാനിപ്പോൾ ഈ പറയുന്ന ഈ കാര്യങ്ങളാണ് സത്യം. അതിന് മുന്നേ പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും ഒരു കൺഫ്യൂസ്ഡ് ആയിട്ടുള്ളൊരു സ്റ്റേജിൽ നിന്നുകൊണ്ട്, അത്രയും ഒരു പ്രഷറിൽ നിന്നുകൊണ്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. ഇന്ന് മാറി നിന്നതുകൊണ്ടാണ് ഇത്രയും ഫ്രീ മൈൻഡഡ് ആയിട്ട് എനിക്ക് സംസാരിക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ വീട്ടിലായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ എനിക്ക് സത്യം തുറന്നു പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വരാനായിട്ട് ഒരിക്കലും സാധിക്കില്ല. കാരണം അവിടുത്തെ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് അങ്ങനെ ആയിരുന്നു.
അതുകൊണ്ടാണ്. സോ വേണമെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ടോട്ടലി 3 മൊഴിയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ കോൺട്രഡിക്ഷൻസ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും ഞാൻ അത് എത്രമാത്രം വ്യത്യസ്തമായാണ് 3 മൊഴികളും കൊടുത്തിട്ടുള്ളതെന്നുള്ളത്. അപ്പം അത്രയും മാനിപ്പുലേറ്റ് ചെയ്തിട്ടാണ്, എന്നെ അത്രയും മാനിപ്പുലേറ്റ് ചെയ്തിട്ടുണ്ട്. സോ അതുകൊണ്ടാണ് അത്ര വ്യത്യസ്തമായിട്ടുള്ള മൊഴികൾ പല സ്റ്റേജുകളിലായിട്ട് എനിക്ക് കൊടുക്കേണ്ടി വന്നത്. അപ്പം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, എവിടെ വേണമെങ്കിലും പോലീസ് സ്റ്റേഷനിൽ ഞാൻ ഹാജരാവുകയാണെങ്കിൽ അങ്ങനെ ഒരു നുണ പരിശോധനയ്ക്ക് സ്വമേധയാ വന്ന് അതും ചെയ്യണമെങ്കിൽ അങ്ങനെ എന്ത് വേണമെങ്കിലും എൻ്റെ സൈഡിൽ നിന്ന് ഞാൻ ചെയ്യാം. എനിക്ക് ചോദിക്കാനുള്ള ഒരേ ഒരു ചോദ്യം, ഈ എൻ്റെ റിലേറ്റീവ്സിനായാലും അച്ഛനെ ആയാലും ഇതുപോലൊരു നുണ പരിശോധനയ്ക്ക് വിധേയമാകാനായിട്ട് തയ്യാറാണോ എന്ന് മാത്രമേ എനിക്ക് ചോദിക്കാനുള്ളൂ. അതുപോലെ തന്നെ അത് രഹസ്യമൊഴി തന്നെയാണോ എന്നുള്ളൊരു കാര്യത്തിൽ എനിക്ക് നല്ല ഡൗട്ട് ഉണ്ടായിരുന്നു. അത് ലീക്കാവോ, സോ അങ്ങനൊരു പേടി മനസ്സിൽ ഉണ്ടായിരുന്നു. കാരണം അച്ഛൻ്റെ കോണ്ടാക്ട്സ് എന്ന് പറയുന്നത് ലൈക്ക് IG, ASP പോലുള്ള അത്തരം വലിയ കോണ്ടാക്ട്സ് ആയിരുന്നു അച്ഛനുണ്ടായിരുന്നത്. പാർട്ടിയിലാണെങ്കിലും അത്യാവശ്യം നല്ല കോണ്ടാക്ട്സും കാര്യങ്ങളും ഉണ്ടായിരുന്നു. പിണറായി വിജയൻ സാറിൻ്റെ ഓഫീസിൽ നിന്ന് പോലും വിളിച്ചു എന്നുള്ള രീതിയിലൊക്കെ ആയിരുന്നു എന്നോട് സംസാരിച്ചത്. അപ്പം അച്ഛൻ പറയുന്നത് പോലെയുള്ള ഒരു മൊഴി ഞാൻ കൊടുത്തില്ല എങ്കിൽ, ഇൻ കേസ് അത് മൊഴി ലീക്കായി അച്ഛൻ അറിയുകയോ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് ത്രെട്ടനിങ്ങും കാര്യങ്ങളും ഉണ്ടാകുമോ എന്നുള്ളൊരു പേടിയായിരുന്നു എനിക്ക്. അതുകൊണ്ട് എനിക്ക് ആ ഒരു സമയത്ത് പോലും കറക്റ്റായിട്ടുള്ള സത്യം എന്താണെന്നുള്ളത് മജിസ്ട്രേറ്റിനോട് എനിക്ക് പറയാൻ പറ്റിയില്ല. അപ്പോൾ ബഹുമാനപ്പെട്ട നിയമവ്യവസ്ഥയോട് എനിക്ക് പറയാനുള്ളത്, ഒരിക്കൽ കൂടി സ്വമേധയാ വന്ന് എനിക്ക് പറയാൻ ഒരു അവസരം കൂടി തരുമോ എന്ന് മാത്രമാണ് ഈ ഒരു അവസരത്തിൽ എനിക്ക് ചോദിക്കാനുള്ളത്. മാതാപിതാക്കൾ പറയുന്നത് ഈ കുട്ടി ട്രാപ്പിൽ പെട്ടു എന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ കൺഫ്യൂസ്ഡ് ആണ്. കാരണം ഈ ഒരു വീഡിയോയും ആ കുട്ടിയുടെ മാതാപിതാക്കൾ പറയുന്നതും കേട്ട് കഴിഞ്ഞാൽ ഏത് വിശ്വസിക്കും എന്നുള്ളതിന് മൊത്തത്തിൽ കൺഫ്യൂസ്ഡ് ആണ്. തീർച്ചയായിട്ടും ഇനി വരുന്ന ദിവസങ്ങളിൽ എന്താണ് സംഭവിക്കുക എന്നുള്ളത് നമുക്ക് നേരിട്ട് കണ്ടറിയാം.